السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ തജ്ഹീസുൽ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അനിവാര്യമായി നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പ്രമാണബദ്ധമായി അവതരിപ്പിക്കാനാണ് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ വേങ്ങര മേഖലാ സമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ ഒരു അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം യാഥാർത്ഥ്യമാണ്. നമ്മിൽ ആർക്കും ഏത് സമയത്തും മരണം സംഭവിച്ചേക്കാം. നമുക്കാർക്കും അതിൽ സംശയവുമില്ല, സംശയമുണ്ടായിട്ട് കാര്യവുമില്ല. ഇപ്പം കുടുംബത്തിൽ അല്ലെങ്കിൽ സുഹൃത്ത് വലയങ്ങളിൽ അയൽപ്പക്കങ്ങളിൽ ഒക്കെ പെട്ടെന്നൊരു മരണം സംഭവിക്കുമ്പോൾ രണ്ടു തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന്, എന്തു ചെയ്യണം എന്നറിയാതെ എല്ലാവരും ഒരു അമ്പരന്ന് നിൽക്കുന്ന, പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ മരണങ്ങൾ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമവും പ്രയാസവും വെപ്രാളവും ഒക്കെയായിക്കൊണ്ട് ആളുകൾ പൊതുവെ കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടാകും. രണ്ടാമത്, അത്തരം സാഹചര്യങ്ങളിൽ ഇസ്ലാമിലില്ലാത്ത ധാരാളം അനാചാരങ്ങളുമായി കടന്നു വരുന്ന ആളുകളുമുണ്ടാകും. ആരെങ്കിലും നമുക്ക് രംഗത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അവരാകട്ടെ എന്ന് കരുതി മാറി നിൽക്കലാണ് പതിവ്. യഥാർത്ഥത്തിൽ മയ്യത്ത് സംസ്കരണം എന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ബാധ്യതയാണ്, ഫർദ് കിഫായയാണ്. അതോടൊപ്പം വലിയ പ്രതിഫലമുള്ള കാര്യവുമാണ്. മയ്യത്തിനെ കുളിപ്പിക്കൽ, മയ്യത്തിനെ കഫൻ ചെയ്യൽ, മയ്യത്ത് മറമാടൽ, ഇതൊക്കെ വലിയ പുണ്യമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരാൾ മയ്യത്തിനെ കഫൻ ചെയ്താൽ അവന് ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവൻ്റെ പാപങ്ങളെ മറച്ചു വെക്കുമെന്ന് ഹദീസിൽ കാണാം. ഖബറൊരുക്കി ആ ഖബറിൽ മയ്യത്ത് മറമാടപ്പെടുന്നുവെങ്കിൽ അവനൊരു പരലോകത്ത് അവനൊരു ഭവനം ലഭിക്കാൻ നിമിത്തമാകുമെന്ന ആശയം ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു മയ്യത്തിൻ്റെ കൂടെ പോവുകയും നിസ്കരിക്കുകയും മറമാടുന്നത് വരെ അവിടെ സന്നിഹിതമാവുകയും ചെയ്താൽ രണ്ടു വലിയ പർവ്വതം കണക്കെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണ് മറ്റു സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞത് ഈ ഹദീസ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നബിയിൽ നിന്ന് ആ ഹദീസ് കേട്ടിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുമ്പോൾ ഇബ്നു ഉമറിന് വല്ലാത്ത അത്ഭുതം തോന്നി. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അബൂ ഹുറൈറ ഈ പറയുന്നത് എന്ന് ഇബ്നു ഉമർ പറയുകയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയക്കുകയും
അബൂ ഹുറൈറ ഇങ്ങനെ പറയുന്നു, നബി തങ്ങൾ അങ്ങനെ പറഞ്ഞതായി നിങ്ങൾക്കറിയുമോ എന്ന് ആയിഷ ബീവിയോട് ചോദിക്കുകയും അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിൽ ഇങ്ങനെ ചരൽക്കല്ലുകൾ വാരി അത് കയ്യിൽ പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആ പോയ ആൾ തിരിച്ചു വിടുന്നവരെ. പോയ ആൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്നു, സ്വദഖ അബൂ ഹുറൈറ, അബൂ ഹുറൈറ പറഞ്ഞ സത്യമാണ്, നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആയിഷ ബിബി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ കയ്യിലെ ചരൽക്കല്ലിങ്ങനെ മണ്ണിലേക്ക് എറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നു. എത്രയെത്ര കൂലിയാണ് എനിക്കൊക്കെ നഷ്ടപ്പെട്ടു പോയത്, എത്ര വലിയ ഖീറാത്തുകളാണ് ഞാൻ നഷ്ടപ്പെടുത്തിപ്പോയത് എന്ന് അദ്ദേഹം വിഷമം പറയുന്നതായി നമുക്ക് ആ ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ മഹത്വമുള്ള ധാരാളമായി പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതോടൊപ്പം സാമൂഹ്യ ബാധ്യതയുമാണ്. ഫർള് കിഫായയാണ്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ചെയ്താൽ എല്ലാവരുടെയും കുറ്റം ഒഴിവാകും. ഒരാളും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യും. അതിനാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. രണ്ടു തരം ഫർളാണുള്ളത്. ഒന്ന് ഫർള് ഐന്, മറ്റൊന്ന് ഫർള് കിഫായ. ഫർള് ഐനാകുമ്പോൾ ഓരോ വ്യക്തിയും ചെയ്തെങ്കിൽ മാത്രമേ അയാളുടെ ബാധ്യത തീരുകയുള്ളൂ. ഇപ്പോൾ മഗ്‌രിബ് നിസ്കാരം ഫർള് ഐനാണ്. അത് നാട്ടിലൊരു പള്ളിക്ക് നിസ്കാരം നടന്നാൽ പോരാ, ആരെങ്കിലും കുറച്ചാൾ നിസ്കരിച്ചാൽ പോരാ, ഓരോരുത്തരും നിസ്കരിച്ചേ പറ്റൂ. അതാണ് ഫർള് ഐന്. എന്നാൽ ഫർള് കിഫായ അതല്ല. സമൂഹത്തിനത് ഫർളാണ്, ഓരോ വ്യക്തികൾക്കത് ഫർളല്ല. സമൂഹത്തിൽ ആരും നിർവഹിച്ചില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. ഒരാളെങ്കിലും നിർവഹിച്ചാൽ എല്ലാവരുടെയും കുറ്റം അതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. അത്തരം ബാധ്യതയാണ് മയ്യത്ത് കുളിപ്പിക്കുക, മയ്യത്ത് കഫൻ ചെയ്യുക, മയ്യത്ത് നിസ്കരിക്കുക, മയ്യത്തിനെ മറമാടുക. ഈ നാലുമാണ് ഫർള് കിഫായ. ഒരു മനുഷ്യൻ മരിച്ചാൽ നിർബന്ധമായും ചെയ്യേണ്ടത്, കുറ്റമില്ലാതിരിക്കാൻ, നമ്മുടെ കടമ ഒഴിവാകാൻ ഏറ്റവും മിനിമം നമ്മൾ ചെയ്യേണ്ടുന്നത് 4 കാര്യമാണ്. ഒന്ന്, ആ മയ്യത്തിനെ കുളിപ്പിക്കണം. കുളിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ തയമ്മം ചെയ്താൽ മതി. ഒരു കത്തിക്കരിഞ്ഞ മയ്യത്താണ്, കുളിപ്പിക്കാൻ പറ്റിയ അവസ്ഥ ഇതല്ല. അല്ലെങ്കിൽ ജീർണിച്ച് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ മയ്യത്ത് കിട്ടിയത്. എനിക്ക് ഉണ്ടാവാം, റൂമിൽ കിടന്ന് മരിച്ചു, ആരും അറിഞ്ഞില്ല, ദിവസങ്ങൾ കഴിഞ്ഞ് സ്മെല്ല് വന്ന് അങ്ങനെ വാതിലൊക്കെ പൊളിച്ചകത്ത് കയറി നോക്കുമ്പോൾ ആകെ ചീഞ്ഞളിഞ്ഞ് കിടക്കുകയാണ്, ഇനി കുളിപ്പിക്കാൻ പോലും പറ്റൂല. അത്തരമൊരു സാഹചര്യമാണ്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ മയ്യത്ത് കുളിപ്പിക്കേണ്ടതില്ല, തയമ്മം ചെയ്താൽ മതി. സാധാരണ നിസ്കാരത്തിൽ നമ്മൾ എങ്ങനെയാണ് തയമ്മം ചെയ്യുക, അതേപോലെ തയമ്മം ചെയ്തുകൊണ്ട് നമുക്ക് കഫൻ ചെയ്ത് കൊണ്ടുപോയി മറവ് ചെയ്യാം. ഇപ്പം കോവിഡ് സാഹചര്യത്തിൽ നമ്മളത് അനുഭവിച്ചതാണ്. കോവിഡ് വന്നപ്പോൾ പല മയ്യത്തുകളും കുളിപ്പിക്കാൻ പറ്റിയ സാഹചര്യമല്ല. മയ്യത്തിന് കേടൊന്നുമില്ല, പക്ഷേ തൊടാൻ പറ്റൂല, അടുക്കാൻ പറ്റൂല. കുളിപ്പിച്ച ആൾക്ക് കൂടി ആ രോഗം പകരാൻ സാധ്യതയുണ്ട്. അത്തരം ഘട്ടങ്ങൾ വന്നപ്പോഴൊക്കെ മയ്യത്ത് കുളിപ്പിക്കാതെയാണ് പല മയ്യത്തുകളും മറവ് ചെയ്തത്. അപ്പോൾ അവിടെ തയമ്മം ചെയ്യുകയാണ് വേണ്ടത്. ഇനി തയമ്മം ചെയ്യാനും കഴിയില്ല എങ്കിൽ ഒന്നുമില്ല. കുളിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരു ദൂരെ നിന്ന് ഇങ്ങനെ പൈപ്പ് പിടിച്ചിട്ടെങ്കിലും വെള്ളം ഇങ്ങനെ അടിക്കാൻ പറ്റുമെങ്കിൽ അത് മതി. ഒരു പൈപ്പ് പിടിച്ചു, നേരെ മയ്യത്തെ തൊടുന്നില്ല, അടുത്തേക്ക് പോകുന്നില്ല, കുറച്ച് ദൂരെ നിന്നൊരു പൈപ്പ് ഇങ്ങനെ പിടിച്ച് ശരീരമാസകലം ഒന്നിങ്ങനെ വെള്ളമാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ അത് ചെയ്യണം. അതാണ് കുളിപ്പിക്കൽ. അപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒന്നും ചെയ്തു കൊടുക്കലോ ഇടതു ഭാഗം അതൊന്നും അപ്പം നോക്കേണ്ട കാര്യമില്ല. കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫർളായി ചെയ്യേണ്ടത് ശരീരമാസകലം വെള്ളം എത്തുക. അതാണ് കുളി എന്ന് പറഞ്ഞാൽ. കുളി എന്നതിന് നിർവചനം അതാണ്, തഅ്മീമുൽ ജസദി ബിൽമാ, ശരീരം ഒന്നാകെ വെള്ളമെത്തുക. അതിനാണ് കുളി എന്ന് മിനിമത്തിൽ പറയുക. നമ്മൾ സ്വയം കുളിക്കായാലും മയ്യത്ത് കുളിപ്പിക്കായാലും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മിനിമം ആ കടമ വീടി ഫർള് കഴിഞ്ഞു എന്ന് പറയാൻ. ജനാബത്ത് കുളി, ഹൈദ് കുളി, നിഫാസ് കുളി ഒക്കെ തുടങ്ങി സ്വയം കുളിക്കുന്ന കുളികൾ, അതേപോലെ മയ്യത്തിനെ കുളിപ്പിക്കുന്ന കുളികൾ, ഇതിലൊക്കെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം മിനിമം ഒരാൾ ചെയ്യേണ്ട ബാധ്യത ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളമെത്തുക. അതാണ് നിർബന്ധമായി ചെയ്യേണ്ടത്. ഒരാൾ മരിച്ചു, നമ്മൾ കുളിപ്പിക്കാറില്ല, നമ്മളൊന്നും ചെയ്ത കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ആ മയ്യത്തിന് മേലെ ഒന്നാകെ വെള്ളം ഒഴിച്ചു, വേറെ ഒന്നും സോപ്പുമില്ല, താടില്ല, തേച്ചിട്ടില്ല, ഒരച്ചിട്ടില്ല, വലതു ഭാഗം ഇടതു ഭാഗം നോക്കിയിട്ടില്ല, മൊത്തം വെള്ളം ഒഴിച്ചു, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളമെത്തി എങ്കിൽ കടമ കഴിഞ്ഞു, ബാധ്യത കഴിഞ്ഞു. ഫർള് വീടാൻ അത്രേ ആവശ്യമുള്ളൂ. നാട്ടിൽ വെച്ചത് വലിയ സംഭവമാക്കി മാറ്റിയിട്ട് ആർക്കും അറിയാത്ത എന്തോ ഒരു കാര്യമായി ഇന്നത് മാറിയിട്ടുണ്ട്.
പിന്നെ നമുക്ക് തോന്നും ഞാൻ കുളിപ്പിച്ചപ്പോൾ ശരിയായില്ലെങ്കിലോ, അതിങ്ങനെ കുറേ ചൂടുവെള്ളം, കുറേ തണുത്ത വെള്ളം, അത് തന്നെ മറ്റേ ആദ്യം വേദ പിന്നെ മറ്റതെന്നൊക്കെ പറഞ്ഞ് കുറേ കുടത്തിൽ കുറേ ബക്കറ്റിലൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇതെന്തോ ഇപ്പോൾ ഒരു വലിയ സംഭവമാണ്, ഇപ്പം നമ്മളൊന്നും കുളിപ്പിച്ചാൽ ശരിയാവില്ല എന്നിങ്ങനെ തോന്നുകയാണ്. അതൊന്നും ആവശ്യമില്ല. ഏറ്റവും മിനിമം നിർബന്ധമായും ചെയ്യേണ്ട ഫർളായ ബാധ്യത എന്ന് പറഞ്ഞാൽ ശരീരമാസകലം വെള്ളം എത്തിക്കുക. ഞാൻ മയ്യത്ത് കൊണ്ടേക്കൊണ്ട് വെള്ളത്തിൽ മുക്കി കൊടുന്നു എന്നാലും മതി. ഒരു വെള്ളത്തിൽ വീട്ടിലൊരു വെള്ളം പിടിച്ചേക്കാൻ പറ്റിയ വലിയൊരു സ്വിമ്മിംഗ് പോലത്തെ സംവിധാനമുണ്ട്, സ്വിമ്മിംഗ് പൂൾ പോലെ. ആ മയ്യത്ത് കൊണ്ടേക്കാണ് അതിലൊന്ന് മുക്കിയെടുത്ത് കൊണ്ടുവന്നു എന്നാലും കടമ കഴിഞ്ഞു. ഇപ്പം കുളിപ്പിക്കേണ്ടത് അങ്ങനെയാണോ? അല്ല. പക്ഷെ ഫർള് വീടാൻ നമ്മൾ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ. ശരീരമാസകലം വെള്ളമെത്തണം, ശരീരം ഒന്നാകെ മൂടണം, അതാണ് കഫൻ. പറയാം. ശരീരമാസകലം മൂടണം, അതാണ് കഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ. അത് വസ്ത്രം കൊണ്ടാകാം, പേപ്പർ കൊണ്ടാകാം, ഇല കൊണ്ടാകാം, പുല്ല് കൊണ്ടാകാം, എന്തുകൊണ്ടായാലും കടമ വീടും. ഫർള് വീടാൻ അത്ര ആവശ്യമുള്ളൂ. ആ മയ്യത്തിലെ ശരീരം ഒന്നാകെ മൂടുക. ഇനി മൊത്തം മൂടാൻ നമ്മളത്തെ സംവിധാനമില്ല എങ്കിൽ തലയുടെ ഭാഗത്തുനിന്ന് തുടങ്ങുക, ഏതുവരെ എത്തോ അതുവരെ മൂടുക. അതാണ് ബാധ്യത ഉള്ളത്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അദ്ദേഹം ഉടുത്തൊരു ഒറ്റ തുണി മാത്രമേ ഉള്ളൂ, വേറൊരു വസ്ത്രമില്ല. അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ വേറെ ഒരു വസ്ത്രമില്ല, ആകെയുള്ളത് അദ്ദേഹം ധരിച്ച തുണി മാത്രമാണ്. വേറെ ഇന്നത്തെ പോലെ ടെക്സ്റ്റൈൽസും കടകളൊന്നുമില്ല, പോയി വാങ്ങിക്കൊണ്ടുവരാൻ സംവിധാനമില്ല. അങ്ങനെ ആ തുണി കൊണ്ട് കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ തല മൂടിയാൽ കാല് പുറത്ത്, കാല് മൂടിയാൽ തല പുറത്ത്. നബിയോട് വന്ന് പറഞ്ഞു, നബി ഇതാണ് അവസ്ഥ, എന്ത് ചെയ്യും? നബി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ തലയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ മൂടുക. കാലിൻ്റെ ഭാഗത്ത് ബാക്കിയുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇദ്ഹർ എന്ന് പറയുന്നൊരു പുല്ലുണ്ട് മദീനത്തൊക്കെ, നമ്മൾ വൈക്കോല് പോലത്തെ ഒരു പുല്ല്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ പുര കെട്ടാനൊക്കെ ഉപയോഗിച്ചിരുന്നു. പഴയ കാലത്ത് ഓലപ്പുര കെട്ടിമേയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൈക്കോല് പോലുള്ള നീണ്ട പുല്ല്, അതിനാണ് ഇദ്ഹർ എന്ന് പറയുക. കാലിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഇദ്ഹർ എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ അത് വരിഞ്ഞു കെട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പം ഫർള് വീടാൻ അത്രയേ ഉള്ളൂ അർത്ഥം. അപ്പം കുളിപ്പിക്കലും കഫൻ ചെയ്യലും അറിയില്ലാന്ന് നമ്മളാരും പറയാൻ പാടില്ല. നമ്മളെ കൂട്ടത്തിൽ ആര് മരിച്ചാലും അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാൻ തയ്യാറാകണം. ഇനിയിപ്പം എന്താ ചെയ്യാം, മൗലവിനെ കിട്ടോ മറ്റോലെ കിട്ടോ, ഓലെ വിളിച്ചോക്കി ഇവരെ വിളിച്ചോക്കി ആരും വേണ്ട. നമ്മളൊക്കെ ജനാപത്ത് കുളി സ്വയം കുളിക്കലില്ലേ? ഹൈലുണ്ടായി ശുദ്ധിയായാൽ സ്ത്രീകൾ സ്വയം കുളിക്കലില്ലേ? നിഫാസുണ്ടായി ശുദ്ധിയായാൽ സ്വയം കുളിക്കലില്ലേ? അതേപോലെ തന്നെയാണ് ഇത്. സ്വയം കുളിക്കല്ല, ഒരാളെ കുളിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കടമ വീടാൻ ആകെ ചെയ്യേണ്ടത് ശരീരമാസകലം വെള്ളം എത്തുന്നു, അതേപോലെ അവൻ്റെ ശരീരമാസകലം എന്തെങ്കിലും ഒന്നുകൊണ്ട് മറക്കുന്നു. വസ്ത്രമാണെങ്കിൽ വസ്ത്രം, ഇനി വസ്ത്രമില്ല എങ്കിൽ ആ സ്ഥാനത്ത് പൊതിയാൻ ഉപയോഗിക്കാൻ എന്താണോ പറ്റുക അത്. അതാണ് മിസ്അബ് ബിൻ ഉമൈർ സംഭവം പഠിപ്പിക്കുന്നത്. പുല്ല് കൊണ്ടാണ് കാതിൻ്റെ ഭാഗത്ത് കഫൻ ചെയ്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹം ധരിച്ച വസ്ത്രം നോക്കിയിട്ട് പറഞ്ഞു, ഈ വസ്ത്രങ്ങളൊന്ന് വൃത്തിയാക്കി വെക്കുക, ഞാൻ മരിച്ചാൽ നിങ്ങൾ ഇതിൽ എന്നെ കഫൻ ചെയ്യുക. അപ്പം മക്കൾ പറഞ്ഞു, ബാപ്പ അത് പറ്റാ, പഴകിയ ഇന്നഹു ലഖലിഖുൻ, അതാകെ നുരുമ്പിലാണല്ലോ, ആകെ പഴകിയ വസ്ത്രമല്ലേ, അതിന് വേണോ, വേറെ ഉപയോഗിച്ചൂടെ? അപ്പം അദ്ദേഹം പറഞ്ഞു, അൽ ഹയ്യു അഹഖു ബിൽ ജദീദ്, പുതിയതൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് ജീവിച്ചിരിക്കുന്നവരല്ലേ, മരിച്ചോർക്ക് എന്തിനാ പുതിയത്? അത് മണ്ണിലേക്കും പുഴുക്കൾക്കുമൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഇത് മതി, ഈ പഴയത് മതി, പുതിയതുണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുന്നവർ ധരിച്ചോട്ടെ എന്ന് അദ്ദേഹം പ്രതികരിച്ചുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത്രയും സിമ്പിളാണ് മയ്യിത്ത് സംസ്കരണം എന്നത്. അപ്പം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മളെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലൊരാൾ മരിച്ചു എന്നറിഞ്ഞാൽ അവിടെ നമ്മൾ ഏറ്റെടുക്കേണ്ട സാഹചര്യമാണെങ്കിൽ അവിടെ ധൈര്യസമയം നമ്മൾ ഏറ്റെടുക്കണം. വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇതാണ് ഏറ്റവും മിനിമം ഫർളായി ചെയ്യേണ്ട കാര്യങ്ങൾ. ബാക്കിയെല്ലാം അതിൻ്റെ പൂർണ്ണതകളാണ്, ബാക്കിയെല്ലാം കമാലിയത്താണ്, അതിൽ അഫ്ളല്, അതിന് പരിപൂർണമായ രൂപമാണ്. അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വിട്ടുപോയി, ഒന്ന് മറന്നുപോയി എന്നതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. കടമ കൂടാൻ, കുറ്റമൊഴിവാകാൻ ഈ പറയപ്പെട്ട രണ്ട് കാര്യമേ ഉള്ളൂ. പിന്നെ മയ്യിത്ത് നിസ്കരിക്കുക, അത് നമുക്കറിയാലോ. എന്തിനാ മയ്യത്തിനെ കൊണ്ടുപോയി മറവ് ചെയ്യുക? മറവ് ചെയ്യുക എന്ന് പറഞ്ഞാലും ആ ശരീരം ചീഞ്ഞളിഞ്ഞ് പുറത്തേക്ക് ദുർഗന്ധം വരാതിരിക്കുവാനും ആ മയ്യത്തിനെ വല്ല വന്യജീവികളും മാന്തിയെടുത്ത് കൊണ്ടുപോകാതിരിക്കാനും പറ്റാവുന്നൊരു കുഴി, അതേ നിർബന്ധമുള്ളൂ. അതാണ് നിർബന്ധം. വന്യജീവികൾ ആ ശരീരം മാന്തി തിന്നാൻ പാടില്ല, അതിൻ്റെ ദുർഗന്ധം പുറത്തേക്ക് വരാനും പാടില്ല, ഒരു മയ്യത്ത് അനാദരിക്കപ്പെടാൻ പാടില്ല.
അതിന് പറ്റാവുന്ന, അതിന് സംരക്ഷിക്കാവുന്ന ഒരു കുഴി എത്ര ആഴം വേണോ അതാണ് ഏറ്റവും മിനിമത്തിൽ വേണ്ടത്. പിന്നെ പാറയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കുഴിച്ചാൽ തന്നെ അത് മതിയാവും. മണ്ണിൻ്റെ ഘടന അനുസരിച്ച് ആഴത്തിൽ വ്യത്യാസമുണ്ടാകാം. അപ്പം മിനിമം വേണ്ട അതേ ഉള്ളൂ. ആ മയ്യത്തിനെ ആദരിക്കാൻ, അനാദരിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ഭാഗം എന്ന നിലക്ക് ആ മയ്യത്ത് മണ്ണിൽ മറവ് ചെയ്യുന്നു. അതാണ് മിനിമത്തിൽ അവിടെ ബാധ്യതയുള്ള 4 കാര്യം. 1 കുളിപ്പിക്കുക, 2 കഫൻ ചെയ്യുക, 3 നിസ്കരിക്കുക, 4 മറവ് ചെയ്യുക. ഇത് 4മാണ് ഒരു മുസ്ലിം മരിച്ചാൽ മറ്റ് മുസ്ലിമീങ്ങൾ നിർബന്ധമായും ഏറ്റെടുക്കേണ്ടുന്ന കാര്യങ്ങൾ മിനിമത്തിൽ. ഇനി അതിൻ്റെ പൂർത്തീകരണമാണ് ബാക്കിയെല്ലാം. ഒരാൾ മരിച്ചാൽ അവിടെ മുതൽ ആരംഭിക്കുന്ന കുറേ അദബുകൾ ഉണ്ട്. മരണം സംഭവിച്ചെന്ന് ഉറപ്പായ നിമിഷം മുതൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട ചില അദബുകൾ, എല്ലാം വാജിബായതല്ല, ചിലത് വാജിബാണ്, ചിലത് സുന്നത്താണ്, ചിലതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ അനുവാദമുള്ളതും ആണ്. ഒന്നാമതായി ചെയ്യണം, ഒരാൾ മരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കണ്ണുകൾ ചിമ്മിക്കുക. അതാണ് ആദ്യമായി ചെയ്യുന്നത്. മരണം ഉറപ്പായി കഴിഞ്ഞാൽ, അത് ഇന്ന് സൗകര്യമുണ്ട്, മരണം ഉറപ്പിക്കാൻ ഇന്ന് പ്രയാസങ്ങളൊന്നുമില്ല, ആധുനികമായ സൗകര്യമൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലെങ്കിലും ഒരാളുടെ കൽബിൻ്റെ മിടിപ്പ് നിന്നു, അതാണ് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്ന ഒന്നാമത്തെ അടയാളം. പിന്നെ അയാളുടെ ശരീരത്തൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും. അയാളുടെ മൂക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ വളയും. അതേപോലെ മുഖത്തിൻ്റെ ചില ഈ തൊലികളുടെയൊക്കെ ആകാരത്തിൽ മാറ്റം വരും. എന്നതൊക്കെ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ പക്ഷേ നോക്കാനും അറിയാനും കഴിയുന്ന ആളുകൾക്ക് നോക്കാൻ പറ്റിയേക്കാം. എന്താണെങ്കിലും മരണം സംഭവിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ 1 കണ്ണുകൾ ചിമ്മിക്കുക. കാരണം നബി തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിച്ചാൽ ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസർ. ഒരു റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ റൂഹ് കൊണ്ടുപോകപ്പെടുമ്പോൾ അതിനെ കണ്ണുകൾ പിന്തുടരും. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ റൂഹ് ഇങ്ങനെ ആകാശത്തേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്നു, കണ്ണുകൾ അതിനെ പിന്തുടരും. അതുകൊണ്ട് നിങ്ങൾ ആ കണ്ണുകളെ ചിമ്മിക്കുക എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വഹാബിമാരൊക്കെ അതൊരു മാതൃകയായി സ്വീകരിക്കുകയും അവരൊക്കെ ആര് മരിച്ചാലും കണ്ണ് ചിമ്മിക്കുക എന്നത് ആദ്യമേ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾ മരിക്കുമ്പോൾ നമ്മളവിടെ ഉണ്ടെങ്കിൽ, നമ്മളവിടെ സന്നിഹിതമാണ്, അല്ലെങ്കിൽ മരിച്ച ഉടനെ നമ്മൾ എത്തി, പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്തിട്ടില്ല, അപ്പാണ്ട് മരണം സംഭവിച്ചിട്ടേ ഉള്ളൂ, പരിക്കാരൊക്കെ ബേജാറായി നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് കണ്ണുകൾ ചിമ്മിക്കുക. കാരണം അപ്പം ചിമ്മിച്ചില്ലെങ്കിൽ പിന്നെ അത് തുറന്ന് പിടിക്കും. തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടക്കാൻ പ്രയാസമായിരിക്കും. തുറന്ന അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അടയൂല. അവിടെ മരണം സംഭവിച്ചാൽ ആദ്യം 2 കണ്ണുകളും ചിമ്മിക്കുക. ചിമ്മിച്ചാൽ പിന്നെ അവിടെ നിന്നോളും, പിന്നെ അത് തുറക്കുകയില്ല. അതേപോലെ വായ തുറന്നു വരും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ. താടിയെല്ലുകൾക്ക് ചെറിയ മാറ്റം സംഭവിക്കും. മുഖത്തിൻ്റെ രൂപം ഞാൻ പറഞ്ഞു നീളത്തിലാകും. അതിൻ്റെ ഭാഗമായി താഴെ താടിയെല്ലുകൾ താഴോട്ട് ഇറങ്ങും. അത് ഇറങ്ങാതിരിക്കാൻ താടകൾ കെട്ടുക. അല്ലെങ്കിൽ വേറെ പ്രശ്നം ഇപ്പോൾ ചെയ്തില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, കണ്ണങ്ങനെ തുറന്നെടുക്കും, താടങ്ങനെ താഴ്ന്ന് വായ തുറന്ന് കിടക്കും എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ബുദ്ധിമുട്ടതുകൊണ്ട് അതുകൊണ്ട് കുറ്റം കിട്ടുന്നില്ല. ഞാനൊന്നും ചെയ്തില്ല വിചാരിക്കുക, ഒരാൾ മരിച്ചു ഇതൊന്നും ചെയ്തില്ല എങ്കിൽ ആ ബാക്കിയുള്ള മനുഷ്യന്മാർ കുറ്റം കിട്ടുമോ? ഒന്നുമില്ല. പക്ഷേ സ്വാഭാവികമായും ഒരു ഭീകരമായ കാഴ്ചയായിരിക്കും. ഒരാൾ മരിച്ചെടുക്കുമ്പോൾ കണ്ണൊക്കെ തുറന്ന് വായൊക്കെ തുറന്ന് കിടക്കുന്നുണ്ടാൽ അതൊരു പ്രയാസകരമായ കാഴ്ചയാണ്. അതേപോലെ ആ മയ്യത്തിന് ചില സംരക്ഷണങ്ങൾക്കത് തടസ്സമായേക്കാം. കുളിപ്പിക്കും പക്ഷേ വെള്ളമൊക്കെ ഉള്ളിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നൊക്കെയുള്ള തടസ്സമുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് അതുകൊണ്ട് കുറ്റമൊന്നും ലഭിക്കുകയില്ല. എന്നാൽ ഇത് സുന്നത്താണ്, നബി ഞങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ച സുന്നത്താണ്, സ്വഹാബിമാർ ചെയ്ത സുന്നത്തുമാണ്. അപ്പം കണ്ണുകൾ ചിമ്മിക്കുന്നു, താട കെട്ടുന്നു. അപ്പോൾ ഒരു ശീലെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നോളും. ചെറിയ ശീലെടുക്കുന്നു, അത് മുറിച്ച് താഴെയുടെ ഭാഗം ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ തലയിലേക്കും ചേർത്ത് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വായക്കൊന്നും സംഭവിക്കൂല. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് വയറ് വീർത്ത് വരും മരണം സംഭവിച്ചാൽ. അതുകൊണ്ട് അത് ഉയരാതിരിക്കാൻ വയറിന്മേൽ എന്തെങ്കിലും നമുക്ക് ചെറിയൊരു ഭാരം വെക്കുക. ചെറുത് മതി, ചെറിയ എന്തെങ്കിലും ഒരു താക്കോൽ കൂട്ടമോ അല്ലെങ്കിൽ ചെറിയൊരു പൂട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കല്ലോ എന്തും വെക്കാം. ആ വയറ്റത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഭാരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ സെറ്റാവും വയറ്, പിന്നെ അത് ഉയരില്ല. അല്ലെങ്കിൽ ആ വയറിങ്ങനെ ഉയർന്നു വരും. ഉയർന്നു വന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കുറ്റം കിട്ടും വെച്ചാൽ കുറ്റം കിട്ടുന്നില്ല. പക്ഷെ അതും നേരത്തെ പറഞ്ഞ പോലെ ഒരു മയ്യത്തിൻ്റെ വയറൊക്കെ വീർത്ത് കാണുമ്പോൾ അതൊരു പ്രയാസമായിരിക്കും. അപ്പോൾ ഈ 3 കാര്യം ഒരാൾ മരണം സംഭവിച്ച ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. 4ാമത് അയാളുടെ എല്ലാ ജോയിൻറ്റുകളും നമ്മളൊന്ന് മയപ്പെടുത്തുക. മരിച്ച അതേ അവസ്ഥയിൽ സെറ്റായി കഴിഞ്ഞാൽ
പിന്നെ അത് മയപ്പെടുത്താൻ കഴിയില്ല. കൈ ഇപ്പോൾ മരിക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ കൈ അങ്ങനെ കിടക്കും. അയാൾക്ക് മരണം സംഭവിക്കും. റൂഹ് പിടിക്കുമ്പോൾ അയാളെ കൈ ഇങ്ങനെ മടങ്ങിയിട്ടാണ് എങ്കിൽ ആ കൈ നമ്മൾ നീർത്താൻ പോയില്ലെങ്കിൽ ആ കൈ അങ്ങനെ തന്നെ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞ് അത് നിവർത്താൻ ശ്രമിച്ചാൽ നിവർത്താൻ കഴിയില്ല. കാല് ഒക്കെ ഏത് അവസ്ഥയിലാണോ അയാളെ റൂഹ് പിടിക്കപ്പെടുമ്പോൾ ഉള്ളത് ആ അവസ്ഥയിൽ കൈയും കാലും ഒക്കെ സെറ്റാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഒന്നിങ്ങനെ മടക്കി നിർത്തി ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ലൂസായി കിട്ടും. കൈ, കാല്, അതേപോലെ ജോയിൻറ്റുകളൊക്കെ ഒന്നാണ് മടക്കി നിർത്തി കൊടുത്താൽ പിന്നെ ആശങ്കയില്ല. അപ്പോൾ കാലുകൾ നിർത്തി വെക്കുന്നു, കൈകളും നിർത്തി വെക്കുന്നു ഒക്കെ റെഡിയാക്കി അവിടെ കിടത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രശ്നമൊന്നും സംഭവിക്കുകയില്ല. ഇനി അഥവാ നമ്മൾ മരിക്കുമ്പോൾ ആരും അടുത്തില്ല, അല്ലെങ്കിൽ ഉള്ള ആൾക്ക് അത് അറിയില്ല, നമ്മളൊക്കെ വന്നപ്പോഴേക്ക് കയ്യും കാലൊക്കെ അങ്ങാണ്ട് ഒന്നാണ്ട് ബലം പിടിച്ചിട്ടുണ്ട്, പിന്നെ ബലം പിടിച്ച് നിവർത്തി അത് റെഡിയാക്കാൻ നോക്കിയാൽ റെഡി ആവുകയില്ല. അപ്പോൾ ഒരു പക്ഷേ കുളിപ്പിക്കുന്ന സമയത്ത് കുറച്ച് ചുടുവെള്ളമൊക്കെ ഉപയോഗിച്ചാൽ അത് ലെവലായി കിട്ടും. കുളിപ്പിക്കാൻ സമയത്ത് കുറച്ച് ചുടുവെള്ളം കൊണ്ടുവരിക, ആ ചുടുവെള്ളം കൊണ്ട് ഒന്ന് ഒഴിച്ച് നന്നായൊക്കെ നട ഇളക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അതിങ്ങനെ ലെവലായി കിട്ടും. ആയില്ലെങ്കിൽ നമുക്കൊരു കുറ്റം കിട്ടാനില്ല. ആ നിലയ്ക്ക് നമുക്ക് കുളിപ്പിക്കാം, ആ നിലയ്ക്ക് കഫൻ ചെയ്യാം. അതിന് വേറെ ആശങ്കയൊന്നും ആവശ്യമില്ല. അപ്പം ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞു, നമ്മളവിടെ ചെന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നടന്നിട്ടുണ്ടോ എന്നാണ്. അപ്പം നമ്മുടെ കൂടുതൽ മരിച്ചു, ഇവരറിഞ്ഞ ഉടനെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പോയി ദുആഇന് പോന്നാൽ മാത്രം പോരാ. നമ്മളൊന്നിങ്ങനെ ശ്രദ്ധിക്കുക, താട കെട്ടിയിട്ടുണ്ടോ, കണ്ണ് ചിമ്പിച്ചിട്ടുണ്ടോ, വയറ്റത്ത് വല്ലതും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലെന്നില്ല. ചിലപ്പോൾ ചോദിക്കുമ്പോഴേക്കും അവർക്ക് അറിയില്ല, അങ്ങനെ ഉണ്ടോ നമുക്കറിയില്ല. അപ്പോൾ വയറിങ്ങനെ കുറച്ച് പൊന്തിയിട്ടുണ്ട്, വേഗം ഒരു ഭാരം കൊണ്ടുവന്ന് ആ വയറ്റുമോടെ വെച്ച് കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടും. കണ്ണ് അല്പം തുറന്നിട്ടുണ്ട്, ഒന്ന് ചിമ്മിച്ചാൽ പിന്നൊരു പക്ഷെ ചിമ്മണമെന്നില്ല, എന്നാലും അതധികം തുറക്കാതിരിക്കാൻ ഒരു പക്ഷെ ആ ഇടപെടൽ മതിയാവും. ഈ കാര്യങ്ങളാണ് ഒരാളുടെ മരണം സംഭവിച്ചു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. മറ്റൊന്ന്, നമ്മളവിടെ ഖൈറായതേ പറയാവൂ. മയ്യത്തിന് ചിലപ്പോൾ ദോഷങ്ങളുണ്ടാവാം, നമുക്കാർക്കും കുറ്റമില്ലാത്ത മനുഷ്യന്മാരില്ല. പോരായ്മകൾ, കുറവുകൾ പറയാതിരിക്കുക, നല്ലത് മാത്രം പറയുക. നബി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ ഖൈറ് മാത്രമേ പറയാവൂ. കാരണം ഫഇന്നൽ മലായിക യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നതാണ്. അപ്പോൾ ഖൈറുകൾ പറയുക, അതിന് മലക്കുകൾ ആമീൻ കിട്ടും. അപ്പോൾ അയാൾക്ക് പുറത്ത് കിട്ടാനും അയാൾക്ക് ഖൈറ് വർദ്ധിക്കാനും ഒക്കെ അത് നിമിത്തമായി മാറും. വല്ല മോശപ്പെട്ട കാര്യമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ മൂടി വെക്കുക, പറയാതിരിക്കുക, അതൊരു ബാധ്യതയാണ്. അതേപോലെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നബി ഞങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു ഉമ്മു സലമയുടെ ഭർത്താവ് അബൂ സലമ മരിച്ചപ്പോൾ. അപ്പോൾ നബി ഞങ്ങൾ കടന്നു വന്നു. ഉമ്മു സലമ പറയാം, വഖദ് ശഖ്ഖ ബസറുഹു, അബൂ സലമ മരിച്ചു. നബി ഞങ്ങളെ വീട് മരിച്ചു. നബിൻ്റെ വീടിന് തൊട്ടടുത്താണ് ഉമ്മു സലമയുടെ വീട്. ആ അബൂ സലമ മരിച്ചപ്പോൾ നബി ഞങ്ങൾ വന്നു. നബി ഞങ്ങൾ വന്നപ്പോൾ ഫഖദ് ശഖ്ഖ ബസറുഹു, അബൂ സലമയുടെ കണ്ണുകൾ ഇങ്ങനെ തുറന്നിട്ടുണ്ട്. നബി വന്നപ്പോഴുള്ള അവസ്ഥ, കണ്ണിങ്ങനെ തുറന്നിട്ടുണ്ട്. അപ്പം നബി തങ്ങൾ ഫഅഗ്മലഹു, നബി തങ്ങൾ ആ കണ്ണ് ചിമ്മിച്ചു എന്ന് നബി തങ്ങൾ പറഞ്ഞു. റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കണ്ണുകൾ അതിൻ്റെ പിന്നാലെ പിന്തുടരും എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആളുകളെല്ലാം കൂടെ ഭയങ്കര ഒരു വിഷമം പ്രകടിപ്പിച്ചു. അബൂ സലമയുടെ മരണം ഈ രംഗമൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടെ ആളുകൾ ഭയങ്കരമായ ഒരു വിഷമമായി ശബ്ദമുണ്ടാക്കിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസിക്കും, നിങ്ങൾ ദോഷമായ നിലക്കൊന്നും വിളിച്ചു പറയരുത്, അങ്ങനെയൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അങ്ങനെ നിങ്ങൾ പറയരുത്. ഇല്ലാ ബി ഖൈർ, ഖൈറായതല്ലാതെ നിങ്ങൾ പറയാൻ പാടില്ല, കാരണം മലക്കുകൾ ആമീൻ പറയുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഫഇ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫഹു ഫി അഖബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുവേ ഇഗ്ഫിർ ലി അബീ സലമ, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ. മലയാളത്തിലും പ്രാർത്ഥിക്കാം, അറബിയിലും പ്രാർത്ഥിക്കാം. നബിയിൽ നിന്ന് വന്ന ദുആയാണ്, അതുകൊണ്ട് അറബിയിൽ അങ്ങനത്തെ പ്രാർത്ഥിക്കലാണ് കുറച്ചും കൂടെ അഫ്ളൽ. അപ്പോൾ ഒരാൾ ആര് മരിച്ചാലും അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അബൂ സലമയാണ് പേര് എങ്കിൽ റബ്ബേ അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ. ഞാനാണ് മരിച്ചെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഫൈസൽ, അല്ലാഹുവേ ഫൈസലിന് പുറത്തു കൊടുക്കണേ. മയ്യിത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഈ ആൾക്ക് നീ പുറത്തു കൊടുക്കണേ. വർഫഇ ദറജതഹു ഫിൽ മഹ്ദിയീൻ, ഹിദായത്ത് ലഭിച്ച നിർമാർഗം പ്രാപിച്ച ആളുകളെ കൂട്ടത്തിൽ നീ അദ്ദേഹത്തെ സ്ഥാനം ഉയർത്തണേ അല്ലാഹ്. അതേപോലെ വഖ്ലുഫഹു ഫി അഖബിഹി ഫിൽ ഗാബിരീൻ, അദ്ദേഹത്തിന്റെ പിറകിൽ
ഒരു നല്ല ഒരു പകരക്കാരനെ നീ നൽകണേ അല്ലാഹ്. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, ഞങ്ങൾക്കും അദ്ദേഹത്തിനും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി, ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്, ആ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ അത് നമ്മൾക്കും ഒരു മാതൃകയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ മയ്യത്ത് ഒന്നാകെ മൂടുക എന്നാണ്. മയ്യത്ത് ഒന്നാകെ ഒരു തുണി കൊണ്ട്, ഒരു പുതപ്പ് കൊണ്ട്, വിരിപ്പ് കൊണ്ട്, എന്തെങ്കിലും ഒന്നുകൊണ്ട് മയ്യത്തൊന്നാകെ മൂടുക. നബി തങ്ങൾ വഫാത്തായപ്പോൾ സ്വഹാബിമാർ അങ്ങനെ ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സുജ്ജിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന മാത ബിസൗബി ഹബിറത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടപ്പോൾ യമനിൽ നിർമ്മിക്കപ്പെട്ട ഒരു പുതപ്പ്, ആ പുതപ്പ് കൊണ്ട് നബി തങ്ങളെ മൂടി എന്ന് പറയുന്നു. ഒരു നല്ല പരുത്ത കട്ടിയുള്ള യമൻ നിർമ്മിതമായ തുന്നി ഒക്കെ ഉണ്ടാക്കിയ പുതപ്പിനാണ് ഹബിറ എന്ന് ഉപയോഗിക്കുന്നത്. അത്തരം ഒരു പുതപ്പ്. അപ്പം കിട്ടിയൊരു വസ്ത്രം അതെന്തായാലും കുഴപ്പമില്ല, അർത്ഥം അത് ഇന്ന തന്നെ ആയിക്കോളമെന്നില്ല. ഇത് കഫനല്ല, ആ മയ്യത്തിൻ്റെ ശരീരം മൂടുക എന്ന നിലക്കാണ്. അപ്പോൾ അതിൽ കിട്ടുന്ന വസ്ത്രം ഏതായാലും ഒരു കള്ളിയോ വെള്ളയോ പുതപ്പോ വിരിപ്പോ ബെഡ്ഷീറ്റോ ഇനി തുണിയോ എന്തായാലും കുഴപ്പമില്ല, ഒരു വസ്ത്രം കൊണ്ട് ആ ശരീരം ഒന്നാകെ മൂടുക. അത് നമ്മൾ കൂടെയുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാളാണ് എങ്കിൽ, ഹജ്ജിന് പോയി ഉംറയ്ക്ക് പോയി ഇഹ്റാമിലേക്ക് ഒരാൾ മരിച്ചു എങ്കിൽ അവിടെ തലയും മുഖവും മൂടാൻ പാടില്ല. മുഹരിമിന് തല മറക്കാൻ പാടില്ലല്ലോ. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ തല മറക്കാൻ പാടില്ല പുരുഷനാണെങ്കിൽ. അപ്പോൾ അവിടെ ഒരു ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാളാണ് മരിച്ചത് എങ്കിൽ അയാളെ മൂടുമ്പോൾ മുഖം തുറന്നിടണം, അതേപോലെ തലയും തുറന്നിടണം പുരുഷനാണെങ്കിൽ. ആ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല നബി തങ്ങൾ പറയുകയും ചെയ്തു, വലാ തുഖമ്മിറു റഅസഹു വലാ വജ്ഹഹു. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ, നബി തങ്ങളുടെ കാലത്ത് ഒരു ഇഹ്റാമിലുള്ള ഒരാൾ തൻ്റെ വാഹനപ്പുറത്തുനിന്ന് വീണ് മരിച്ചു. തൻ്റെ കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്ത് അയാൾ പോകുമ്പോൾ ആ കുതിരപ്പുറത്തുനിന്ന് അയാൾ ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ കുതിരയുടെ ഒരു പ്രവൃത്തിയുടെ ഫലമായി അയാളുടെ മേലെ നിന്ന് വീണു. അങ്ങനെ അയാൾ മരിച്ചു. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഇഗ്സിലൂഹു ബിമാഇൻ വസിദ്രിൻ വകഫിനുഹു ഫീ സൗബൈഹി, നിങ്ങൾ അവനെ വെള്ളവും താളിയും ഉപയോഗിച്ച് നിങ്ങൾ അവനെ കുളിപ്പിക്കുക. അവൻ ധരിച്ച ആ രണ്ട് വസ്ത്രത്തിൽ തന്നെ നിങ്ങൾ അവനെ കഫൻ ചെയ്യുക. വലാ തുഖമ്മിറു റഅസഹു വലാ വജ്ഹഹു, അവൻ്റെ മുഖവും തലയും നിങ്ങൾ മറക്കരുത്. ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, ഖിയാമത്ത് നാളിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അയാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് നബി തങ്ങൾ പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ വലാ തുഹന്നിതൂഹു വലാ തുതയ്യിബൂഹു എന്നും റിപ്പോർട്ടിൽ കാണാം. നിങ്ങൾ സുഗന്ധം ഉപയോഗിക്കരുത്. ഇഹ്റാമിൽ പ്രവേശിച്ച ആൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ തലമറക്കാൻ പാടില്ല. അത് മരിച്ചാലും അങ്ങനെ തന്നെ പാലിക്കാനാണ് നബി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇഹ്റാമിലിരിക്കുന്ന ഒരാൾ മരിച്ചാൽ അയാളെ കുളിപ്പിക്കണം. ആ ഉടുത്ത വസ്ത്രം കൊണ്ട്, ഇഹ്റാമിൻ്റെ വേഷം കൊണ്ട് അയാളെ കഫൻ ചെയ്യുക. അയാളെ തലയും മുഖവും മറക്കാതിരിക്കുക, സുഗന്ധം ഉപയോഗിക്കാതിരിക്കുക. ഇത് പ്രത്യേക നബി തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഇതാണ് ഒരാൾ മരിച്ചുവെന്ന് ബോധ്യമായാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന്, അയാളെ കണ്ണ് ചിമ്മിക്കുന്നു. അതേപോലെ അയാളുടെ വയറിന്മേൽ ഒരു ഭാരം വല്ലതും വെക്കുന്നു, താട കെട്ടുന്നു, അയാളുടെ എല്ലാ ജോയിൻറ്റുകളും ഒന്ന് മയപ്പെടുത്തുന്നു. പിന്നെ വേണ്ടത് അയാളെ ശരീരം ഒന്നാകെ ഒരു വസ്ത്രം കൊണ്ട് മൂടുന്നു. ഇതാണ് ഒരാൾ മയ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ അയാളുടെ സംസ്കരണം, കുളിപ്പിക്കലും കഫൻ ചെയ്യലുമൊക്കെ പരമാവധി വേഗത്തിലാക്കുക. പരമാവധി വേഗത്തിലാക്കുക. നബി തങ്ങൾ പറഞ്ഞു, അസ്രിഉ ബിൽ ജനാസ, ജനാസയെ നിങ്ങൾ വേഗത്തിലാക്കുക. കാരണം ഫഇൻ തകു സ്വാലിഹ ഫഖൈറുൻ തുഖദ്ദിമൂനഹ ഇലൈഹി, ആ മയ്യിത്ത് സ്വാലിഹായതാണെങ്കിൽ ആ ഖൈറിലേക്ക് വേഗത്തിൽ നിങ്ങൾ അവരെ എത്തിച്ചു കൊടുക്കുക. വഇൻ തകു സിവാ ദാലിക, ഇനി ആ മയ്യിത്ത് സ്വാലിഹ അല്ലെങ്കിലോ ഫശർറുൻ തലഊനഹു അൻ റിഖാബിക്കും, ആ ഷർറ് നിങ്ങളെ ചുമലിൽ നിന്ന് പിരടിയിൽ നിന്ന് വേഗം അങ്ങ് ഒഴിവാക്കിക്കൊള്ളുക. അപ്പം രണ്ടാണെങ്കിലും വേഗത്തിലാക്കും. നല്ല മയ്യത്താണോ അയാൾക്ക് ലഭിക്കാനുള്ള സ്വർഗീയമായ ആനന്ദങ്ങൾ അത് തടഞ്ഞു വെക്കണ്ട, വേഗം അതിലേക്ക് എത്തട്ടെ. മോശപ്പെട്ട ആളാണെങ്കിൽ എന്തിനാ വൃദ്ധങ്ങളാണ് മോശപ്പെട്ടത് ചുമലിലേറ്റ് വെക്കുന്നത്, അത് വേഗം പിരടിൽ നിന്ന് ഒഴിവാക്കിക്കൊള്ളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതേപോലെ മരിച്ച നാട്ടിൽ തന്നെ മറമാടുക.
ഏത് നാട്ടിലാണോ മരിച്ചത് ആ നാട്ടിൽ തന്നെ മറമാടുക. അതാണ് പ്രത്യേകമായി നബി തങ്ങൾ കൽപ്പിച്ചു കൽപ്പന. ഗൾഫിലേക്ക് മരിച്ചാൽ അതിങ്ങോട്ട് കൊണ്ടുവരണമെന്നില്ല. ഗൾഫ് പോണ മനുഷ്യന്മാരൊക്കെ ആണെങ്കിൽ അത് പോകുമ്പോഴേ പറഞ്ഞേൽപ്പിച്ച് പോവുക. അവിടെയൊക്കെ മരിക്കുകയാണെങ്കിൽ അവിടെ മറവ് ചെയ്താൽ മതി എന്ന് പറയുക. ഇത് അവിടുന്ന് കെട്ടിവലിച്ച് 3, 4, 5, 6 ദിവസമൊക്കെ ആ മയ്യത്ത് അങ്ങനെ കൊണ്ടുനടന്ന് ഇവിടെ എത്തി ഒരു നോട്ടം നോക്കി കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് പിന്നെ ചെയ്യണത്. അപ്പോൾ അത് അവിടെ തന്നെ മറമാടുക. എവിടെ വെച്ചാണോ മരിച്ചത് അവിടെയാണ് മറമാടപ്പെടേണ്ടത്. ജാബിർ ബിൻ അബ്ദുല്ല അൻഹു പറയാണ്, ഉഹദിൽ എൻ്റെ പിതാവ് മരണപ്പെട്ടു. എൻ്റെ പിതാവ് ഉഹദിൽ മരണപ്പെട്ടു. അവിടെ എൻ്റെ പിതൃ സഹോദരി, എൻ്റെ അമ്മായി, എൻ്റെ ഉപ്പാന്റെ മയ്യത്തുമായി അവിടുന്ന് പോന്നപ്പോൾ അവിടുന്ന് ഒരാൾ വിളിച്ചു പറയപ്പെട്ടു, നബി തങ്ങളെ ഏൽപ്പിച്ചതു എന്ന് പറഞ്ഞുകൊണ്ട് റുദ്ദുൽ ഖത്ല ഇലാ മലാജിഇഹാ, കൊല്ലപ്പെട്ടവരെ അവിടെ അതേ സ്ഥലത്തേക്ക് നിങ്ങൾ മടക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുക്കും അൻ തദ്ഫനുൽ ഖത്ല ഫീ മലാജിഇഹിം, കൊല്ലപ്പെട്ടവരെ അവിടെ തന്നെ മറവ് ചെയ്യാൻ നബി തങ്ങൾ ഇതാ ഞങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് ഒരു വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറഞ്ഞു. ഫറദനാഹും, ഞങ്ങൾ അവരെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി അവിടെ മറവ് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ അതാണ് ശരിയായ സുന്നത്ത്. എവിടെ വെച്ച് മരിച്ചോ അവിടെ തന്നെ മറവ് ചെയ്യുക എന്നതാണ് ധാരാളം ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇമാം നബവി റഹിമഹുല്ലാ ഒക്കെ പറയുന്നു, ഒരാൾ മരിച്ചാൽ എന്നെ ഇന്ന നാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്യണം എന്ന് വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് പോലും നടപ്പാക്കേണ്ടതില്ല എന്നാണ്. ഓ വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചാലും ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇന്ന നാട്ടിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണം, ഇന്ന മഹലിൽ ഇന്ന മറവ് ചെയ്യണം എന്നൊക്കെ വസിയത്ത് ചെയ്താൽ ലാ തുംഫദു വസിയ്യതുഹു, അവൻ്റെ വസിയത്ത് നടപ്പാക്കപ്പെടേണ്ടതില്ല. കാരണം ഫഇന്ന നഖല ഹറാമുൻ അലൽ മദ്ഹബി സ്വഹീഹിൽ മുഖ്താർ അല്ലദീ ഖാലഹുൽ അക്സറൂൻ വസറഹ ബിഹിൽ മുഹഖിഖൂൻ. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞ അഭിപ്രായപ്രകാരവും ശരിയായ വീക്ഷണപ്രകാരവും തഹ്ഖീഖുള്ള വിഷയങ്ങളിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ പറഞ്ഞ നിലപാട് പ്രകാരവും മയ്യത്ത് കൊണ്ടുപോവുക എന്നത് ഹറാമായ കാര്യമാണ്. അതുകൊണ്ട് ഹറാമായ കാര്യത്തിന് നിങ്ങൾ വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് നടപ്പാക്കേണ്ടതില്ല എന്നുവരെ നബി ഇമാം റഹിമഹുല്ലാ ഈ ഹദീസ് വെച്ചുകൊണ്ട് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത്ര പ്രാധാന്യപൂർവ്വമാണ് അവിടെ കണ്ടത്. ഇബ്നു ബാസ് റഹിമഹുല്ലാ ഈ ഹദീസ് വെച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഹത്താ ലൗ ഔസൽ മയ്യിത്തു അൻ യുൻഖല ഇലാ മക്ക അബിൽ മദീന ലാ തുംഫദു വസിയ്യതുഹു. സൗദി അറേബ്യയിലൊക്കെ മരിക്കുന്നു, അപ്പോൾ ജിദ്ദയിൽ മരിച്ചു, പല വസിയ്യത്തുണ്ട്, ഞാൻ ഇവിടുന്ന് മരിക്കുകയാണെങ്കിൽ എൻ്റെ മയ്യത്ത് മക്കയെ കൊണ്ടുപോകണം അല്ലെങ്കിൽ മദീനയെ കൊണ്ടുപോകണം എന്ന് വസിയത്തുണ്ടെങ്കിൽ അതുപോലും നടപ്പാക്കപ്പെടേണ്ടതില്ല. കാരണം സ്വഹാബിമാരും അങ്ങനെ വസിയത്ത് ചെയ്തിട്ടില്ല. മക്കയുള്ളോ മക്കത്ത് മരിക്കും, ജിദ്ദയുള്ളോ ജിദ്ദയെ മരിക്കും. അങ്ങനെ മരിക്കുന്ന ഒരു സ്വഹാബിയും ഞാൻ ഇവിടെ മരിച്ചതിനെ ഹറമ കൊണ്ടുപോയി മറവ് ചെയ്യണം എന്നൊരു സ്വഹാബിയും വസിയത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മക്കയിലേക്കോ മദീനയിലേക്കോ കൊണ്ടുപോകാൻ വസിയത്ത് ചെയ്താൽ പോലും ആ വസിയത്ത് നടപ്പാക്കപ്പെടേണ്ടതില്ല എന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പ്രത്യേകമായി എടുത്തു പറയുന്നു. പിന്നെ അയാളുടെ വല്ല കടങ്ങളോ മറ്റു വസിയത്തുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കടത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ടല്ല, മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കേണ്ടപ്പെട്ട ഒരു അന്വേഷണം അതാണ്. വല്ല ബാധ്യതയുണ്ടോ, കടം എവിടെയെങ്കിലും കൊടുക്കാനുണ്ടോ, കിട്ടാനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയും അങ്ങനെ അത് ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം അവിടെ ചെയ്യുകയുമാണ് വേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അഖാക മുഹ്തബസുൻ ബിദൈനിഹി ഫഖദി അൻഹു, നിന്റെ സഹോദരൻ അവനെ കടത്തിൻ്റെ കാര്യത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവനാകുന്നു, അതിനാൽ അത് എത്രയും വേഗം വീട്ടണമെന്ന് നബി തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങൾ വേഗത്തിൽ നടപ്പാക്കുക. വസിയത്തുണ്ടെങ്കിൽ ആ വസിയത്തും ന്യായമായതാണെങ്കിൽ നടപ്പാക്കുക. വസിയത്തിൽ 2 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, സ്വയം അനന്തരാവകാശമുള്ള ആൾക്ക് വേണ്ടി വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് സ്വീകാര്യമല്ല. ഒരു മകന് കൊടുക്കാൻ വസിയത്ത്, മകൾ കൊടുക്കാൻ വസിയത്ത്, ഭാര്യ കൊടുക്കാൻ വസിയത്ത്, അതില്ല. ലാ വസിയത്ത ലിവാരിസിൻ, നബി തങ്ങൾ പറഞ്ഞു, അനന്തരാവകാശിക്ക് വസിയത്തില്ല. അനന്തരാവകാശിക്ക് അനന്തരാവകാശമുണ്ട്, അത് കിട്ടും. അതിന് പുറമെ വസിയത്ത് കൂടി അവർക്ക് അതില്ല. അതേപോലെ 3-1 വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് നടപ്പാക്കപ്പെടുകയുമില്ല. സ്വത്തൊന്നാകെ ജാമ്യത്തിൽ എന്ത് കൊടുക്കാൻ ഒരാൾ വസിയത്ത് ചെയ്തു, അത് മൊത്തം കൊടുക്കാൻ പറ്റില്ല, 3-1 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം മൊത്തം വസിയത്ത് ചെയ്താൽ അത് സ്വീകാര്യമല്ല. പരമാവധി ചെയ്യാവുന്നത് 3-1. അതിലേറെ ആണെങ്കിൽ ആ ഏറെയുള്ള നടപ്പാക്കപ്പെടുകയില്ല, 3-1 നടപ്പാക്കപ്പെടും. അപ്പോൾ വസിയത്തും കടവും
മയ്യിത്ത് സംസ്കരണവും അത് കഴിച്ചു ബാക്കിയുള്ള സ്വത്താണ് ഓഹരി വെക്കേണ്ട സ്വത്ത്. മരിച്ചാൽ ഓരി വെക്കുന്ന സ്വത്ത് അയാൾ വസിയത്തുണ്ടെങ്കിൽ ആ വസിയത്ത് ആദ്യം അതിനെ ഒഴിവാക്കണം. കടമുണ്ട്, ആ കടം അതിൽ ആദ്യം കൊടുത്ത് ഒഴിവാക്കണം. ആ മയ്യിത്ത് സംസ്കരിക്കാൻ ആവശ്യമായ ചെലവുമുണ്ടെങ്കിൽ ആ ചെലവും മയ്യിത്തിന് സ്വത്ത് എടുക്കാം. അതും കഴിച്ച് ബാക്കിയുള്ളതിനാണ് അനന്തരാവകാശ സ്വത്ത് എന്ന് പറയുക. അതാണ് പിന്നെ അവകാശികൾക്ക് ഉള്ളത്. അല്ലാതെ എല്ലാം ഒരിച്ചു കൊണ്ടുപോയി അവസാനം കടം വീട്ടാൻ ആരുമില്ല എന്ന് വരാൻ പറ്റില്ല. അയാളുടെ സ്വത്തിൽ നിന്നാണ് കടം വീട്ടേണ്ടത്, അയാളുടെ സ്വത്തിൽ നിന്നാണ് വസിയത്ത് നടപ്പാക്കപ്പെടേണ്ടത്. ആ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി അവിടെ അനുവദനീയമായ ചില കാര്യങ്ങളുണ്ട്. അയാൾ മരിച്ചാൽ അവിടെ വരുന്ന ഒരാൾക്ക് അനുവദനീയമായ സുന്നത്തില്ല, നിർബന്ധമില്ല. അനുവദനീയമായ കാര്യങ്ങൾ, ഒന്ന് ആ മയ്യത്തിൻ്റെ മുഖം കാണുക അനുവദനീയമാണ്. കാണാൻ പാടില്ല എന്നില്ല, കാണുന്നതിനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. എന്നാൽ കാണൽ സുന്നത്താണോ? അങ്ങനെ സുന്നത്തില്ല. ഞാൻ കണ്ടില്ല മനുഷ്യന്മാർക്ക് ഇനി കാണൂല എന്നൊക്കെ ഒരു അവസാനത്തെ കാഴ്ച ആ നിനക്ക് വേണമെങ്കിൽ കാണാം. അതേപോലെ മയ്യത്തിൻ്റെ മുഖത്ത് ചുംബിക്കാം, അത് അനുവദനീയമാണ്. ജാബിർ ബിൻ അബ്ദുല്ല പറയുന്നു, ഉഹുദിൽ എൻ്റെ വാപ്പ ഷഹീദായി. അങ്ങനെ ഞാൻ വന്നു, ഫജഅൽതു അക്ഷിഫു الثوب عن وجهه وابكي وجعلوا ينهونني. എൻ്റെ വാപ്പ ഷഹീദായി വന്ന് കിടക്കുമ്പോൾ ഞാൻ വന്ന് വാപ്പാൻ്റെ ശരീരത്തിൽ നിന്ന് ആ വസ്ത്രം ഇങ്ങനെ നീക്കി ഞാൻ വാപ്പാനെങ്ങനെ മുഖത്തേക്ക് നോക്കി ഞാൻ കരയാൻ തുടങ്ങി. എല്ലാവരും എന്നെങ്ങനെ എതിർക്കുന്നു, കരയണ്ട കരയണ്ട. പക്ഷെ നബിതങ്ങൾ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. ഫാത്തിമ ബിൻതു അംർ വന്നു, അവരും കരഞ്ഞു. അപ്പം നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ കരയാം, കരയാതിരിക്കാം, എന്താണെങ്കിലും ആ കരച്ചത് അത്ര നല്ലതല്ല എന്ന മട്ടിൽ നബിതങ്ങൾ അവിടെ പ്രതികരിച്ചു. അവിടെ വസ്ത്രം നീക്കി വാപ്പാന്റെ മുഖം കണ്ടു എന്ന് പ്രത്യേകമായി പറയുന്നു. നബിതങ്ങൾ വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വരികയും നബിയുടെ മുഖത്ത് ചുംബിക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ പ്രത്യേകമായി വന്നിട്ടുണ്ട്. അതേപോലെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ നബിതങ്ങൾ വന്നു, അങ്ങ് നബിതങ്ങൾ ആ മയ്യത്തിൽ ചുംബിച്ചു എന്ന് പ്രത്യേകമായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്രാഹിം എന്ന കുട്ടി, നബിയുടെ കുട്ടി മരിച്ചപ്പോൾ നബിതങ്ങൾ വരികയും ഫഖബ്ബലഹു വശമ്മഹു, ആ കുട്ടി നബിതങ്ങൾ എടുത്തു, ചുംബിച്ചു, ഉമ്മ വെച്ചു എന്ന് പ്രത്യേകമായി ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുവദനീയമായ കാര്യമാണ്. അപ്പം നമ്മൾ വേണ്ടപ്പെട്ട വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, മക്കൾ മരിച്ചു, അവിടെയൊക്കെ അങ്ങനെ വേണമെങ്കിൽ മയ്യത്തിൻ്റെ മുഖത്ത് ചുംബിക്കാം. അത് തെറ്റായ കാര്യമൊന്നുമില്ല, അനുവദനീയമായ കാര്യമാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ വാവിട്ട് കരയുക, ഭയങ്കര ശബ്ദകോലാഹലം ഉണ്ടാക്കുക, മാറി പിളർക്കുക, മുടിയൊന്നാകെ അഴിച്ചിടുക, ഇതൊക്കെ പാടില്ലാത്ത കാര്യമാണ്. അതിനെ ഞങ്ങൾ പ്രത്യേകമായി വിരോധിച്ചതും കാണാൻ കഴിയും. ജമാഅത്ത് അവസാനമാക്കാന്നാണ് പൊതുവായ അഭിപ്രായം. ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നിച്ച് നിസ്കരിക്കാം. ജമാഅത്ത് ലക്ഷ്യമാക്കി വരുന്ന വളരെ ഉണ്ടാവില്ലല്ലോ, പുറത്തുനിന്ന് ഉണ്ടെങ്കിൽ നമ്മൾ നിസ്കരിച്ചേ പറ്റുള്ളൂ. സ്ഥിരമായി ജമാഅത്തിൽ വരുന്ന ഒരാൾ വരാനുണ്ടെങ്കിൽ നിസ്കരിക്കണം. ആ ഓക്കെ. എപ്പോഴും സ്ഥിരം വരാത്ത ആളിപ്പം വന്നാൽ നമുക്ക് ഉത്തരവാദിത്തമില്ല. സ്ഥിരം വരുന്ന ആളുണ്ടെങ്കിൽ ഓക്കെ, ജമാഅത്ത് നഷ്ടപ്പെടാനും പാടില്ല. അതാണ് എൻ്റെ നിയമം. ജമാഅത്ത് മുന്തിക്കുകയാണെങ്കിലും പിന്തിക്കുകയാണെങ്കിലും ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏതായാലും ചുംബിക്കലും അതേപോലെ മയ്യത്ത് കാണലും ജായിസായ കാര്യമാണ്. പിന്നെ ഏത് മുസീബത്ത് ബാധിച്ചാലും പറയേണ്ടതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണത്തിന് മാത്രമല്ല, അല്ലദീന അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് മുസീബത്ത് ബാധിച്ചാലും അവർ പറയുന്ന വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. പിന്നെ ദുഃഖം ആചരിക്കുക എന്നത് പരമാവധി 3 ദിവസമേ പാടുള്ളൂ. ആര് മരിച്ചാലും 3 ദിവസമാണ് ദുഃഖം ആചരിക്കാൻ അനുവാദമുള്ളത്. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് 4 മാസവും 10 ദിവസവും ദുഃഖമാചരിക്കാം. അതല്ലാത്ത മറ്റാര് മരിച്ചാലും അവിടെ 3 ദിവസം മാത്രമാണ് ദുഃഖമാചരിക്കാൻ അനുവാദമുള്ളത്. അത് കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് അവർ മടങ്ങേണ്ടതുണ്ട് എന്നാണ് പ്രത്യേകമായി നബിതങ്ങൾ പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശബ്ദകോലാഹലം ഉണ്ടാക്കുക, ആർത്തു വിളിക്കുക, വാവിട്ട് കരയുക, ഒന്നാകെ മാടത്തടിക്കുക, പിന്നെ മാറി പിളർക്കുക, ഇതൊക്കെ ജാഹിലിയ്യ കാലത്തെ രീതികളായിരുന്നു. ജാഹിലിയ്യ കാലത്തോട് മരിച്ചാൽ ഒന്നൊക്കെ കുപ്പായക്കട വലിച്ചു കീറും, അതേപോലെ മുടിയൊക്കെ പായിട്ടുണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഉടഞ്ഞിട്ട് ആകെ തലതല്ലി കരയും, ഭയങ്കരമായ ശബ്ദകോലാഹലം ഉണ്ടാക്കും, ഇയാളെപ്പറ്റി ഓരോന്നിങ്ങനെ വിളിച്ചു പറയും. ഇതൊക്കെ പാടില്ലാത്ത കാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞു, അർബഉൻ ഫീ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ്യ ലാ യത്റുകൂഹുന്ന 4 കാര്യം എൻ്റെ ഉമ്മത്തിലുണ്ട്. ആ 4 കാര്യമാവട്ടെ ജാഹിലിയ്യ കാലത്തെ സമ്പ്രദായമാണ്,
എൻ്റെ ഉമ്മത്തെ തൊട്ട് ഒഴിവാക്കുകയുമില്ല. എൻ്റെ ഉമ്മത്ത് ഒഴിവാക്കുകയില്ല എന്നാ നാലും ജാഹിലിയ സമ്പ്രദായമാകുന്നു. ഒന്ന് അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, തറവാട്ടിൻ്റെ പേരിൽ ദുരഭിമാനം നടിക്കുക, കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് വലിപ്പത്തരം പറയാം. അത് ജാഹിലിയ ഏർപ്പാടാണ്, ഇസ്ലാമിലുള്ളതല്ല. പക്ഷേ എൻ്റെ ഉമ്മത്തിലുണ്ട്, ഉമ്മത്തത് ഒഴിവാകുകയില്ല. രണ്ട് വത്തഅ്നു ബിൽ അൻസാബ്, കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുക. ഓനക്കേതാ തറവാട്, ഓനക്കേതാ കുടുംബം, ഓനപ്പമ്മക്ക ഒരു വാപ്പ പണ്ട് ദീനി കൂടിയതല്ലേ എന്ന് പറഞ്ഞ് കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് കുത്തിപ്പടയെ ആക്ഷേപിക്കുക. അത് ജാഹിലിയ രീതിയാണ്. ഈ ഉമ്മത്തിലുണ്ട്, ഉമ്മത്തത് ഒഴിവാക്കുകയില്ല. വൽ ഇസ്തിസ്ഖാഉ ബിൻ നുജൂം, നക്ഷത്രങ്ങളെ കൊണ്ട് മഴയെ തേടുന്ന, വെള്ളത്തെ തേടുന്ന രീതി. ഇന്ന നക്ഷത്രം ഉണ്ടായാൽ മഴ കിട്ടും, ഇന്ന രാശിയായാൽ മഴ കിട്ടും എന്ന് പറയുന്ന തെറ്റായ വിശ്വാസം. നാലാമത് പറഞ്ഞത് വന്നിയാഹ, മയ്യത്തിൻ്റെ പേരിൽ അലമുറയിട്ട് കരയൽ. അത് ജാഹിലിയ ഏർപ്പാടാണ്. എൻ്റെ ഉമ്മത്തിലുണ്ട്, എൻ്റെ ഉമ്മത്തത് ഒഴിവാക്കുകയുമില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. മാത്രവുമല്ല, റിപ്പോർട്ടിൽ കാണാം അന്നാഇഹ ഇദാ ലം തതുബ് ഖബ്ല മൗതിഹാ തുഖാമു യൗമൽ ഖിയാമ വഅലൈഹാ സിർബാലുൻ മിൻ ഖത്റാനിൻ വദിർഉൻ മിൻ ജർബിൻ. ഇങ്ങനെ വാവിട്ട് കരയുന്ന സ്ത്രീകൾക്ക് പ്രത്യേകമായ ശിക്ഷ നാളെ പരലോകത്തുണ്ട്, മരിക്കുന്നതിന് മുമ്പ് അവർ തൗബ ചെയ്തില്ല എങ്കിൽ. ജാഹിലിയ കാലത്ത് പെണ്ണുങ്ങളാണ് ആ ഏർപ്പാട് ചെയ്യൽ. ഒരു ടീം അതിനൊരു ടീമുണ്ടാവും, കരയാൻ വേണ്ടി മാത്രം സ്പെഷ്യൽ ഒരു പ്രൊഫഷനായിട്ട് നിൽക്കുന്ന ടീം അന്നുണ്ടാവും. അവരെ മരിച്ചാലും ഓൽക്കാണ്ട് കൊട്ടേഷൻ കൊടുക്കലാണ് കരയാൻ വേണ്ടി. അപ്പോൾ എത്ര ദിവസം കരയേണ്ടി നോക്കുക പറഞ്ഞു. 8 ദിവസം കരയുക, 15 ദിവസം കരയുക, 40 ദിവസം കരയുക അന്നുള്ളതാണ്. ആളെ നിലവാരം അനുസരിച്ച് കരച്ചിൻ്റെ ഊക്ക് കൂടും, അതിൻ്റെ ഏരിയ പറഞ്ഞു കൊടുക്കും, ഏതൊക്കെ സ്ഥലത്ത് പോയി കരയണം എന്നൊക്കെ. അപ്പോൾ ഓരോ ടീമായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അങ്ങാടിക്കേണ്ടി വരും. എന്നിട്ട് ഇയാളെ കുറേ മഹിമണ്ട് പറഞ്ഞിട്ട് ഓലാണ്ട് കരയും. അപ്പോൾ എല്ലാം കൂടി കരയുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിലൊക്കെ പട കൂടും. ഇവരെ ഈ കരച്ചിലാകുമ്പോൾ നാട്ടുകാരും കരയും. അല്ല അവിടെ കുറേ നേരം കരഞ്ഞിട്ട് പിന്നെ ഒരു അടുത്ത അങ്ങാടിക്ക് പോകും, പിന്നെ അവിടെ പോയി കരയും. അപ്പം അന്ന് വലിയ പേരാണ്, അയാൾ മരിച്ചിട്ട് 8 ദിവസം ഒന്നാകെ നാട് കരഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വലിയ പേരാണ്. അപ്പം കുറേ കാലത്തേക്ക് പിന്നെ ആ പേരുണ്ടാവും. വല്ല മക്കൾക്ക് വലിയ അഭിമാനമാണ്, വല്ല വാപ്പടിച്ചപ്പോൾ എന്തായാലും ആ മക്കൾ 8 ദിവസം നാട് മൊത്തം കരഞ്ഞോലാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വരെ കരഞ്ഞോലാണ്, ഇന്ന നാട് വരെ കരച്ചിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയ പേരായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകം കരയാൻ വേണ്ടി കൊട്ടേഷൻ എടുക്കുന്ന ടീം അന്നുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ വിളിച്ചറിയാനും ഓതാനൊക്കെ കരാറെടുക്കുന്ന പോലെ തന്നെയാണ്. അത് വലിയ പേരാണ്. അപ്പം അന്നത് വേറെ കോലത്തിലാണ് എന്ന് മാത്രം. അപ്പോൾ അതാണ് നിയാഹത്ത്. അപ്പം അങ്ങനെ ചെയ്യുന്നവർ അവർ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തില്ല എങ്കിൽ അവർക്ക് നാളെ പരലോകത്ത് പ്രത്യേകമായ ശിക്ഷ അവർക്കുണ്ടാകും എന്ന് കൂടി നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നഅ്യി, മരണ വാർത്ത വിളിച്ചു പറയാൻ, അതും ജാഹിലിയ കാലത്തൊരു രീതിയാണ്. അങ്ങാടികളിൽ ആളുകൂടുകത്തൊക്കെ ഇങ്ങനെ ഒരു ടീം പോയിട്ട് ഇങ്ങനെ വിളിച്ചു പറയുക, എന്നിട്ട് അയാളെ ഗുണഗണങ്ങൾ എടുത്തു പറയുക. അതായിരുന്നു അന്നത്തെ രീതി. അത് പാടില്ല. നബി തങ്ങൾ പറഞ്ഞ നഅ്യി പാടില്ല എന്ന് പ്രത്യേകമായി നബി തങ്ങൾ പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു മരണ വാർത്ത ഒരാളെ അറിയിക്കുക അത് പാടില്ല എന്നല്ല നബി തങ്ങൾ അറിയിച്ചിട്ടുണ്ട്, സഹാബിമാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിങ്ങനെ ഒരു പരസ്യമാക്കി വിളിച്ചു പറഞ്ഞു പോകുന്ന രീതികൾ അത് പാടില്ലാത്ത കാര്യമാണ്. അപ്പം ഇത്രയും സംഗതികൾ ഹറാമായത്, ജായിസായത്, സുന്നത്തായത്, ഫർളായത്, ഇതാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ അനിവാര്യമായും നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ. ഇനി അതിൻ്റെ പൂർണ്ണമായ രൂപമാണ്. അതിന് നിസ്കാരം നമുക്ക് അതൊന്നും അറിയാം, മറവ് ചെയ്യൽ നമുക്കറിയാം. കാര്യമായി നമ്മൾ പഠിക്കേണ്ടത് കുളിപ്പിക്കലും കഫൻ ചെയ്യലുമാണ്. കുളിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിർബന്ധമായി ചെയ്യേണ്ടത് ശരീരമാസകലം വെള്ളം എത്തിക്കുക എന്നത് മാത്രമാണ്. അതാണ് ഫർളായത്. എന്നാൽ പരിപൂർണമായ കുളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകൾ മരിച്ചപ്പോൾ നബിതങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ സ്ത്രീകൾ കുളിപ്പിച്ചു. നബിതങ്ങൾ അപ്പുറത്ത് നിന്നു. നബിതങ്ങൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ആ പടച്ചിലനുസരിച്ച് അവരെങ്ങനെ ചെയ്തു എന്ന് പ്രത്യേകമായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. നബിതങ്ങളെ കുളിപ്പിച്ചതും പ്രത്യേകമായി ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ ഹദീസിൽ എങ്ങനെയൊക്കെയാണോ ഒരു കുളിപ്പിക്കൽ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെയാണ് നമ്മൾ കുളിപ്പിക്കേണ്ടത് എന്ന് കൂടി നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞപ്പോൾ അത് വലിയ പ്രതിഫലമുണ്ട് എന്നത് കൂടി തിരിച്ചറിയുക. അപ്പം മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത് ഒരു ബാധ്യത മാത്രമല്ല, അതോടൊപ്പം അതൊരു കൂലി കിട്ടുന്ന കാര്യം കൂടിയാണ്. ആണിൻ്റെ മയ്യത്ത് ആണാണ് കുളിപ്പിക്കേണ്ടത്, പെണ്ണിൻ്റെ മയ്യത്ത് പെണ്ണാണ് കുളിപ്പിക്കേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമാണ് അതിൽ ഇളവുള്ളത്. ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് കുളിപ്പിക്കാൻ അനുവാദമുണ്ട്, ഭാര്യ മരിച്ച ഭർത്താവിന് കുളിപ്പിക്കാനും അനുവാദമുണ്ട്. മറ്റാർക്കുമില്ല. ഉമ്മയായാലും ബാപ്പയായാലും മക്കളായാലും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം കുളിപ്പിക്കാൻ പറ്റും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ
അടുക്കൽ നബിതങ്ങൾ വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് വല്ലാത്തൊരു തലവേദനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഞാനും എനിക്കും വല്ലാത്ത തലവേദന ഉണ്ട് എന്ന് ആയിഷ ബീവി പറഞ്ഞു. അപ്പം നബിതങ്ങൾ ഒരു തമാശ പറഞ്ഞു, പിന്നെ ആയിഷ എന്നെ മുമ്പ് നീ മരിക്കുകയാണെങ്കിൽ നിനക്ക് പ്രയാസമൊന്നുമില്ല. കാരണം ഫഖുന്തു അലൈക്കി ഫവസ്സൽതുക്കി വകഫൻതുക്കി വസല്ലൈതു അലൈക്കി വദഫൻതുക്കി, ഞാൻ നിന്നെ കുളിപ്പിച്ചോളാം, ഞാൻ നിന്നെ കഫൻ ചെയ്തോളാം, ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചോളാം, ഞാൻ നിന്നെ മറമാടിക്കൊള്ളാം, അവിടെ ബേജാറാകൊന്നും വേണ്ട എന്ന് നബി തമാശയായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഭാര്യൻ്റെ മയ്യത്ത് ഭർത്താവിന് കുളിപ്പിക്കാം എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ആയിഷ ബീവി പിന്നീട് പറയുന്നുമുണ്ട്, പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നബിയെ ഭാര്യമാരല്ലാതെ കുളിപ്പിക്കുമായിരുന്നില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുമുണ്ട്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ അല്ലാത്തവർക്ക് കുളിപ്പിക്കാൻ അനുവാദമില്ല. സ്വഹാബിമാർ പലരും അങ്ങനെ ഭാര്യമാർ കുളിപ്പിച്ചവരും ഭർത്താക്കന്മാരെ കുളിപ്പിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് മരിച്ചപ്പോൾ ഭാര്യയാണ് കുളിപ്പിച്ചത്, അസ്മാ ബിൻത് ഉമൈസ്. അവർ പ്രത്യേകം പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യ എന്നെ കുളിപ്പിക്കണം എന്നവർ പ്രത്യേകമായി വസിയത്ത് ചെയ്തിരുന്നു. അപ്പോൾ അതുപ്രകാരം അവരെ ഭാര്യയാണ് കുളിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ 7 വയസ്സിന് മുമ്പുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവിടെ ആണും പെണ്ണും നോക്കണമെന്നില്ല എന്ന് പൊതുവേ പണ്ഡിതന്മാരുടെ ഫത്വയിലൊക്കെ വന്നു. ഇപ്പോൾ ചെറിയ കുട്ടി 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സൊക്കെ ഒരു കുട്ടിയാണെങ്കിൽ അവിടെ ആണ് പെണ്ണ് വ്യത്യാസമില്ല. ഒരു പെൺകുട്ടിയാണെങ്കിലും ആണെങ്കിൽ അവിടെ കുളിപ്പിക്കാം, ആൺകുട്ടിയാണെങ്കിലും സ്ത്രീകൾക്ക് അവിടെ കുളിപ്പിക്കാം. അങ്ങനെ ഒരു ഒത്തൊരു പുരുഷൻ എന്ന ഒരു ഹുക്കുമിലേക്ക് അവർ എത്തുന്നില്ല എന്നതാണ് അതിന് കാരണമായി പറയുന്നത്. ഏതെന്നാലും ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ പുരുഷന്മാരെ മയ്യത്ത് പുരുഷനും സ്ത്രീകളെ മയ്യത്ത് സ്ത്രീകളുമാണ് കുളിപ്പിക്കേണ്ടത്. ഇനി ആര് കുളിപ്പിക്കണം? പ്രത്യേകമായി ഇന്നാൾ കുളിപ്പിക്കണമെന്ന് വസിയത്തുണ്ടെങ്കിൽ അവർ തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ മരിച്ചാൽ ഇന്നാൾ കുളിപ്പിക്കുക എന്ന് വസിയത്തുണ്ടെങ്കിൽ അവർ തന്നെ കുളിപ്പിക്കണം. അത് നമ്മൾ CM മടവൂരൊക്കെ വസിയത്ത് ചെയ്തു പറഞ്ഞല്ലോ. ഒരാൾ പറഞ്ഞു, ഞാൻ മരിച്ചാൽ കുളിപ്പിച്ചോണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ കുളിപ്പിച്ചപ്പോൾ മൂപ്പര് കണ്ണിച്ച് നോക്കി, ജനല്ലേ ചോദിച്ചാൽ ഞാൻ തന്നെയാണ് പറഞ്ഞു. എന്നാ പ്രശ്നമില്ല എന്ന് പറഞ്ഞു നടക്കാൻ. ഭാര്യയെ കുളിപ്പിക്കേണ്ടോ നിലയ്ക്ക് മൂപ്പരൊന്ന് ഇടപെട്ടു എന്നൊക്കെ മൗലവിമാർ കറാമത്തായിട്ട് പറയലുണ്ട്. ഏതായിരുന്നാലും പുരുഷൻ്റെ മയ്യത്ത് പുരുഷനും സ്ത്രീയുടെ മയ്യത്ത് സ്ത്രീയുമാണ് കുളിപ്പിക്കേണ്ടത്. അത്യാവശ്യം വേണ്ട ആളുകൾ മാത്രമാണ് കുളിപ്പിക്കുന്നിടത്ത് ഉണ്ടാവേണ്ടത്. ഒന്നാകെ എല്ലാവരും കൂടെ റൂമിൽ കയറി ഭയങ്കര ജഗപുകാക്കേണ്ട ആവശ്യമില്ല. ഒരാൾ മതിയെങ്കിൽ ഒരാൾ, രണ്ടാളെങ്കിൽ 2 3ആളെങ്കിൽ 3 മിനിമം ആ മയ്യത്ത് കുളിപ്പിക്കാൻ ഉള്ളൊരാളും സഹായികളായും എത്ര ആൾ വേണോ ആ ആളുകളെ ഉണ്ടാകേണ്ടതുള്ളൂ. കുറേ ആൾ ഉണ്ടാവുക എന്നുള്ളത് നല്ല കാര്യമല്ല. പൊതുവേ ഈ വിഷയം പറയുന്ന പണ്ഡിതന്മാരൊക്കെ അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഔറത്തൊരിക്കലും കാണാൻ പാടില്ല. മയ്യത്തിന് ഔറത്ത് ഏതായാലും കാണാൻ പാടില്ല. പൊക്കിൾ മുതൽ മുട്ട് വരെയാണ് ഔറത്ത്, പുരുഷൻ്റെ ഔറത്ത്. സ്ത്രീയുടെ ഔറത്ത് സ്ത്രീകളാണെങ്കിൽ അവർക്കും അതാണ്. സ്ത്രീയെ കുളിപ്പിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരും ശ്രദ്ധിക്കേണ്ടതാണ്. പൊക്കിൾ മുതൽ മുട്ട് വരെയുള്ള ഭാഗം പെണ്ണുകളും കാണാതിരിക്കുക. എന്നാൽ ഭർത്താവാണെങ്കിൽ ആ പ്രശ്നമില്ല. അല്ലാത്തടത്തൊക്കെ നമ്മൾ ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പോൾ ഔറത്ത് കാണാത്ത അവസ്ഥയിലാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്. ഇനി കുളിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് വെള്ളം ഏത് വെള്ളവുമാകാം. ചുടുവെള്ളം വേണം എന്നൊന്നുമില്ല. ചുടുവെള്ളമാകാം, പച്ചവെള്ളമാകാം, ടാപ്പിലെ വെള്ളമാകാം, പിന്നെ കുടത്ത് കൊടുച്ചാലേ പറ്റുള്ളൂ, ബക്കറ്റ് കൊടുച്ചാലേ പറ്റുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു ടാപ്പ് തിരിച്ചിട്ട് ഒരു പൈപ്പാണ് കണക്ഷൻ കൊടുത്തു, ആ പൈപ്പ് കൊണ്ട് മൊത്തം ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുത്തിട്ട് കഴുകാൻ പറ്റുമെങ്കിൽ അത് മതി. അല്ലാതെ നമ്മുടെ നാട്ടിൽ ധാരണയുണ്ട്, അത് കുടത്തിൽ വെക്കണം, ആദ്യം ബക്കറ്റ് എടുക്കണം, പിന്നെ കുട എടുക്കണം, അത് വായിൻ്റെ കൊണ്ട് മൂടി വെക്കണം, അതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വെപ്പ്. അപ്പം അങ്ങനെയൊന്നുമില്ല, ഏത് വെള്ളം ഉപയോഗിക്കാം. ചുടുവെള്ളം ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ ഇളകാനൊക്കെ കുറച്ചും കൂടി സൗകര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ്റൊക്കെ അത്ര മയപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് മയപ്പെടുത്താൻ നല്ലതാണ്. കുറേ കാലം സുഖമില്ലാതെ കിടന്ന ഒരാളൊക്കെ ആണെങ്കിൽ, ഒരുപാട് കാലം സുഖമില്ലാതെ കിടന്നു, ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട്, അത് ശരീരത്തൊക്കെ ഒരുപാട് അഴുക്കുണ്ട്, അതൊക്കെ ഒന്ന് ഇളകി കിട്ടാൻ നല്ലതാണ് ചുടുവെള്ളം ഉപയോഗിക്കാൻ. അത് മാത്രമേ അതിന് ലക്ഷ്യമുള്ളൂ. അല്ലാതെ ചുടുവെള്ളം ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏത് വെള്ളവും ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. തോഹിറായ അത് ഉദൂ ചെയ്യാനും കുളിക്കാനും സാധാരണ ഉപയോഗിക്കാൻ പറ്റാവുന്ന വെള്ളം ഏതാണോ ആ വെള്ളമൊക്കെ അതിനു വേണ്ടി ഉപയോഗിക്കാം. ധരിച്ച വസ്ത്രം മാറ്റുന്നു, എന്നിട്ട് അവിടുത്തെ ഭാഗത്തൊരു വസ്ത്രം തൽക്കാലം വിടുന്നു, അവിടുത്തെ കാണാതിരിക്കാൻ. ഈ ഭാഗത്ത് മധ്യഭാഗത്ത് ഒരു തുണി ഇങ്ങനെ മേലെ പൊതിഞ്ഞിട്ട് വേണം മയ്യത്ത് കുളിപ്പിക്കാൻ. അതേപോലെ നേരം മയ്യത്തെ ശരീരത്തിൽ തൊടാതിരിക്കുക, അതൊരു അദബായി എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയ്യമ്മിൽ എന്തെങ്കിലും ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ കയ്യമ്മ എന്തെങ്കിലും ഒരു തുണിയോ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ടാണ്
ഉപയോഗിക്കേണ്ടത്. മയ്യത്തിലേക്ക് നേരെ സ്പർശിക്കാതിരിക്കുക എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. നഖവും മീശയും ഒക്കെ വല്ലാതെ നീണ്ടിട്ടുണ്ടെങ്കിൽ അത് വെട്ടുക. നീണ്ടിട്ടില്ല, അയാൾ ഒക്കെ വൃത്തിയാണ് എങ്കിൽ പ്രശ്നമൊന്നുമില്ല. നീണ്ട നഖമുണ്ട്, നീണ്ട വൃത്തിയുണ്ട് എങ്കിൽ അതൊരു ഭംഗിയുടെ ഭാഗമായിട്ട് അത് സുന്നത്താണ് എന്ന് പൊതുവെ പണ്ഡിതന്മാരൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മീശയും നഖവും മാത്രം. എന്നാൽ കക്ഷരോമങ്ങൾ, ഗുഹ്യരോമങ്ങൾ അതൊന്നും പ്രത്യേകം അങ്ങനെ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അതൊരാളുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിൽ നമ്മളങ്ങനെ ഇടപെടേണ്ടതില്ല എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹി അടക്കമുള്ള ആളുകളൊക്കെ ആ വിഷയത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ അവിടെ തന്നെ ഭാഗം നോക്കാതിരിക്കാമെന്ന് പ്രത്യേകമായി പറഞ്ഞു. ഇനി ഈ കുളിപ്പിക്കാൻ തുടങ്ങേണ്ടത് എങ്ങനെ? ഒന്ന്, ഒരാൾ മരിക്കുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ അയാളുടെ വയറ്റിൽ ചില മാലിന്യങ്ങളൊക്കെ ബാക്കിയുണ്ടാകും. അത് ശരീരം ഒന്ന് നമ്മൾ അയഞ്ഞു വരുമ്പോൾ അങ്ങനെ വല്ല കാഷ്ടമോ മൂത്രമോ ഒക്കെ പുറത്തേക്ക് വരാനൊരു സാധ്യത സാധാരണഗതിയിൽ ഉണ്ട്. ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ ഉള്ളത് പോകാൻ വേണ്ടി എന്ന നിലയ്ക്ക് മാത്രം ആദ്യം ആ ഒരു പണി ചെയ്യുക. അഥവാ മയ്യത്തിനെ ഒന്ന് ലേശം പൊക്കുക. കിടക്കുന്ന മയ്യത്തിനെ നമ്മളിങ്ങനെ വലത്തേ കൈ കൊണ്ട് ഒന്നിങ്ങാണ്ട് ലേശണ്ട് പൊന്തിച്ച് ഇരുത്തല്ല, ഇരിക്കുകയുമല്ല കിടക്കുകയുമല്ല എന്ന മട്ടിൽ ഒന്നിങ്ങനെ പൊക്കി വേണമെങ്കിൽ കാതുകൊണ്ട് ചെറിയൊരു താങ്ങം കൊടുത്തിട്ട് ഇടത്ത് കൈ കൊണ്ട് വയറ് നന്നായി ഒന്നിങ്ങണ്ട് ഒന്ന് അമർത്തി ഒഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ വല്ല മാലിന്യങ്ങളൊക്കെ വയറ്റിൽ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവാം. സുഖമില്ലാതെ കിടന്ന ആളാണ്, കൃത്യമായി ഇങ്ങനെ വയറ്റിൽ നിന്ന് പോകലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ വല്ലതും ഉണ്ടെങ്കിൽ ഇതോടുകൂടി ഒഴിവായി കിട്ടും. അപ്പം അങ്ങനെ മയ്യത്ത് വല്ലണ്ട് വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ പൊന്തിക്കുന്നു, ഇടത് കൈ കൊണ്ട് അയാളെ വയറൊന്നിങ്ങനെ നന്നായി ഒന്ന് അമർത്തി 2-3 പ്രാവശ്യം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നു. അതോടുകൂടി മാലിന്യങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് പോകും. എന്നാൽ അത് കഴുകി വൃത്തിയാക്കുന്നു. ഇതെന്തിനാ വെച്ചാൽ ചിലപ്പോൾ പക്ഷെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടായിരിക്കാം ഇതൊക്കെ പറഞ്ഞിട്ട് വരിക. അപ്പോൾ വീണ്ടും നമ്മൾ ഈ കുളിപ്പിക്കൽ ആവർത്തിക്കേണ്ടി വരും. അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒന്നുമില്ല. ഇവരാളത് ചെയ്തില്ല, കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷം കാഷ്ടം വന്നു എങ്കിൽ വൃത്തിയാക്കിയാൽ മതി, അല്ലാതെ കുളിപ്പിച്ച് ശരിയായിട്ടില്ല എന്നൊന്നുമില്ല. ഈ ഒരു പ്രയാസം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ആദ്യം അങ്ങനെ ഭാഗം ചെയ്യുക എന്ന് പണ്ഡിതന്മാരൊക്കെ പൊതുവെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതേപോലെ കുളിപ്പിക്കുന്ന ആൾ നേരത്തെ പറഞ്ഞ പോലെ കൈ കൊണ്ട് നിൽക്കുന്നതിനെ സ്പർശിക്കാതിരിക്കുക. അപ്പം അതിന് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഗ്ലൗസ് അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണം, ഒരു സോക്സ് ഒക്കെ കൈമ ചുറ്റിയിട്ടാണ് അയാൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ വയറ് ഒഴിഞ്ഞു പോകാനുള്ളതൊക്കെ പോയി ഗുഹ്യസ്ഥാനങ്ങൾ രണ്ടും കഴുകി വൃത്തിയാക്കി കൊടുക്കുക. നെയ്ക്കുന്ന കൈ കൊണ്ട് തൊടാൻ പാടില്ല, കയ്യുമ്പോൾ എല്ലാം ചുറ്റിയിട്ട് വേണം തൊടാൻ. ആ ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇനി ഒന്നും വരൂല, അത് കഴിഞ്ഞു. അത് പിന്നെ മാലിന്യങ്ങൾ ഇനി വരാനുണ്ടാവില്ല. പിന്നീട് അയാളെ ഉളൂഇന്റെ അവയവങ്ങൾ കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, ഇബ്ദഇന ബിമയാമിനിഹ വമവാദിൽ വുളൂഇ മിൻഹ. നബിയുടെ മകൾ സൈനബ് മരിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത നിർദ്ദേശം അതാണ്, വുളൂഇന്റെ സ്ഥാനങ്ങൾ കൊണ്ട് നിങ്ങൾ ആരംഭിക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞു. വുളൂ ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മൾ കുളിപ്പിക്കാൻ തുടങ്ങുന്നു. ആ കുളിപ്പിക്കുമ്പോൾ വല്ല താളിയോ അങ്ങനെയുള്ള വല്ലതുമൊക്കെ ഉപയോഗിക്കുക എന്ന് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കൽ ഇന്നത്തെ കാലത്ത് സോപ്പുണ്ട്, അത് മതി, താളിയിക്കൊള്ളുന്നില്ല. ഇന്നത്തെ കാലത്ത് സോപ്പ് അല്ലെങ്കിൽ ആ നിലക്ക് ഉപയോഗിക്കാവുന്ന ഏതും അവിടെ ഉപയോഗപ്പെടുത്താം. എന്നൊരു പിന്നെ മയ്യത്തിൻ്റെ തലയുടെ ഭാഗം ആദ്യം കഴുകുന്നു. ആദ്യം വലതുഭാഗം, പിന്നെ ഇടതുഭാഗം, പിന്നെ ശരീരത്തിൻ്റെ വലതുഭാഗം ഇടതുഭാഗം. ഇതാണ് ഒരു സുന്നത്തായ പരിപൂർണമായ ഒരു കുളിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതുകൊണ്ട് ആ കുളി ശരിയാവില്ല എന്നൊന്നുമില്ല. ഒരാളിപ്പോൾ അന്ന് ഓർമ്മ ഉണ്ടായില്ല, അതൊക്കെ ശ്രദ്ധിക്കാതെ ഒന്നാകണ്ട് വെള്ളം ഒഴിച്ച് പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊന്നും ബേജാറാകാനില്ല. ഒരു ഏറ്റവും പരിപൂർണമായ അഫ്ളലായ കുളി. അപ്പോൾ നമ്മൾ ജനാപത്ത് കുളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ജനാപത്ത് കുളിക്കുമ്പോഴും വലതു ഭാഗത്ത് ആദ്യം ഒഴിക്കുന്നു, ഇടതു ഭാഗത്ത് ഒഴിക്കുന്നതാണല്ലോ. അപ്പോൾ അത് മറന്നു, നേരെ ഷവർ തോന്നിട്ട് നേരാണ്ട് അവിടെ വെള്ളം ഒഴിച്ചു, വലിയ കുഴപ്പമുണ്ടോ വെച്ചാൽ ഒന്നുമില്ല. പരിപൂർണമായ കുളി എന്നുള്ളത് വലതുഭാഗം ആദ്യം കഴുകുന്നു, ഇടതുഭാഗം ആദ്യം കഴുകും. അപ്പോൾ സൗകര്യത്തിന് വേണ്ടി ആദ്യം വലത്തെ ഭാഗം ഇവിടെ കഴുകാം, എന്നിട്ട് മയ്യത്ത് ലേശം ചെരിച്ചാൽ പിറകു ഭാഗം കഴുകാം, പിന്നീട് ഇടതുഭാഗം കഴുകാം, ഒന്നുകിൽ ചെരിച്ചാൽ ഈ ഭാഗം കഴുകാം. ഒറ്റത്തവണ കഴുകലേ നിർബന്ധമുള്ളത് ഒറ്റത്തവണ. ഇനി ഒരു തവണ കഴുകിയപ്പോൾ തോന്നുകയാണ് അതുകൊണ്ട് പൂർത്തിയായിട്ടില്ല, വൃത്തിയായിട്ടില്ല, അഴുക്കും അതിനൊക്കെ ഇനിയും ബാക്കിയുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്നിലേറെ കഴുകാം, അത് ഒറ്റയാക്കുക. 3, 5, 7, 9 ഒക്കെ ആകാം. നബി തങ്ങൾ തൻ്റെ മകളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തു, ഇഗ്സിൽനഹാ സലാസൻ, 3 തവണ നിങ്ങൾ കഴുകുക, ഔ ഖംസൻ അല്ലെങ്കിൽ 5 തവണ, ഔ സബ്അൻ അല്ലെങ്കിൽ 7 തവണ, ഔ അക്സറ അല്ലെങ്കിൽ അതിൽ കൂടുതലും മിൻ ദാലിക ഇൻ റഅയ്തുന്ന ദാലിക, അങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ. അപ്പോൾ കുളിപ്പിക്കുന്ന ആൾക്ക് തോന്നുകയാണ്
3 പ്രാവശ്യം കഴുകിയ ഇപ്പോൾ പൂർണ്ണമായും വൃത്തിയായിട്ടുണ്ട് എങ്കിൽ അത് മതി. അല്ല വൃത്തിയായിട്ടില്ല, ഇനിയും കുറേ മാലിന്യം അഴുക്കൊക്കെ ഉണ്ട് എങ്കിൽ 5 പ്രാവശ്യം വേണമെന്ന് അയാൾക്ക് കുളിപ്പിക്കുന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ചെയ്യാം. 7 വേണമെങ്കിൽ 7, 9 എങ്കിൽ 9, 11 എങ്കിൽ 11 ഒറ്റയായിക്കൊണ്ട് പോവുക. ബിമാ ഇൻ വസിദിരിൻ, വെള്ളവും താളിയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ കുളിപ്പിക്കുക. അപ്പോൾ പ്രത്യേകം ചോദിച്ചു, ഒറ്റയായിട്ടാണോ? നഅം, ഒറ്റയായിട്ടാവുക. വജഅൽന ഫിൽ അഖീറതി കാഫൂറ ഔ ശൈഅൻ മിൻ കാഫൂർ, അവസാനത്തിൽ നിങ്ങൾ കർപ്പൂരം വല്ലതും ഉപയോഗിക്കും. സുഗന്ധം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. സുഗന്ധം ഉണ്ടാകാൻ വേണ്ടി അന്ന് ഉപയോഗിക്കുന്ന ഒന്നാണ് കർപ്പൂരം. ഇന്നും അത് ലഭ്യമാണ്. അപ്പം നബി പറഞ്ഞ വസ്തുവിലേക്ക് നമുക്ക് അതന്നെ നല്ലത്. ഇനി അതെല്ലാം കർപ്പൂരം കിട്ടാനില്ല, പ്രശ്നമൊന്നുമില്ല, മറ്റു സുഗന്ധങ്ങൾ അവിടെ ഉപയോഗിക്കാം. ഇതാണ് ഒരു പരിപൂർണമായ കുളിപ്പിക്കൽ എന്നത്. അപ്പോൾ വുളൂവിൻ്റെ ആദ്യം ഈ മാലിന്യങ്ങൾ ഒഴിവാക്കുന്നു, ഗുഹ്യസ്ഥാനങ്ങളെ കഴുകി വൃത്തിയാക്കുന്നു, വുളൂവിൻ്റെ അവയവങ്ങളെ കഴുകുന്നു, വലതുഭാഗം കഴുകുന്നു, ഇടതുഭാഗം കഴുകുന്നു. അത് 3, 5, 7, 9, 11 അങ്ങനെ ഒറ്റയായി എത്ര വേണോ അത്ര. അതാണ് പരിപൂർണമായ കുളിപ്പിക്കൽ എന്നത്. അതൊരു മുസ്ലിമായ ഏതു മനുഷ്യരും ബാധ്യതയാണ്. ഒരു ജനിച്ച കുട്ടിയാണ് മരിച്ചത് എങ്കിലും അത് അദബായി പഠിപ്പിച്ചിരിക്കുന്നു. 4 മാസം പ്രായമായ കുട്ടിയാണെങ്കിൽ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക എന്ന് പ്രത്യേകമായി ഹദീസിൽ കാണുമ്പോൾ ജീവനില്ലാതെ ജനിച്ച കുട്ടി, ഗർഭത്തിൽ നിന്ന് കുട്ടി മരിച്ചു, അങ്ങനെ ആ കുട്ടി പ്രസവിക്കപ്പെട്ടു എങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക എന്ന് പറഞ്ഞു. 4 മാസം പ്രായമായതാണ്, അഥവാ റൂഹ് ഊതുന്ന സമയമായാൽ, ഗർഭത്തിൽ റൂഹ് ഊതപ്പെടുന്ന സമയം 4 മാസമാണല്ലോ, ആ 4 മാസം പ്രായമായ ഗർഭത്തെ ശിശുവാണെങ്കിൽ ജീവനില്ലാതെ ജനിച്ചാലും ഇത് ചെയ്യുക. എന്നാൽ അത് നിർബന്ധമില്ല എന്നാണ് പൊതുവെ പണ്ഡിതന്മാർക്ക് അഭിപ്രായം. നല്ലതാണ്, ഒരാൾ ചെയ്തില്ല എങ്കിലും നിർബന്ധമൊന്നും ഇല്ല. ഇനി മയ്യത്ത് കുളിപ്പിച്ച ആൾ കുളിക്കൽ സുന്നത്താണ്, നിർബന്ധമില്ല. മയ്യത്ത് കുളിപ്പിച്ച ഒരാൾ കുളിക്കൽ അത് സുന്നത്താണ്. നബി ഞങ്ങൾ പറഞ്ഞു, മയ്യത്ത ഫൽയഗ്തസിൽ, മയ്യത്ത് കുളിപ്പിച്ചവൻ അവൻ കുളിക്കട്ടെ. വമൻ ഹമലഹു ഫൽയതവല്ലഹ്, മയ്യത്ത് ചുമന്നവൻ വുളൂ ചെയ്യട്ടെ. മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കട്ടെ, മയ്യത്ത് ചുമന്നവൻ വുളൂ ചെയ്യട്ടെ എന്ന് നബി ഞങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. മറ്റൊരു ഹദീസിൽ മയ്യത്ത് കുളിപ്പിച്ചവൻ അവൻ കുളിക്കട്ടെ. എന്നാൽ ഈ കൽപ്പന നിർബന്ധമായും കുളിക്കണം എന്ന അർത്ഥത്തിലല്ല. കാരണം മറ്റൊരു ഹദീസിൽ നബി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുളിക്കാം അല്ലെങ്കിൽ കുളിപ്പിക്കാതിരിക്കാം എന്ന ഒരു ആശയത്തിൽ നബി ഞങ്ങൾ പറഞ്ഞു. ഇബ്നു ഉമർ പറയുന്നു, കുന്നാ നുഗ്സിൽ മയ്യിത്ത ഫമിന്നാ മൻ യഗ്തസിൽ വമിന്നാ മൻ ലം യഗ്തസിൽ, ഞങ്ങളൊക്കെ മയ്യത്ത് കുളിപ്പിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഞങ്ങളിൽ കുളിക്കുന്നവരുണ്ട്, കുളിക്കാത്തവരുമുണ്ട്. അപ്പം ഈ കുളിക്കൽ നിർബന്ധമാണെങ്കിൽ സ്വഹാബിമാരെ കുളിക്കാത്തവർ പിന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ സ്വഹാബിമാരുടെ ഫിഅല് കൊണ്ട്, പ്രവൃത്തി കൊണ്ട് മനസ്സിലായി നബി ഞങ്ങൾ ആ പറഞ്ഞ കൽപ്പന നിർബന്ധമായ കൽപ്പനയല്ല, സുന്നത്തായ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കുക സുന്നത്താണ്. അത് ശരീരത്തിലേക്ക് വല്ലതും തെറിക്കോ എന്നുകൊണ്ട് മാത്രമൊന്നുമല്ല. അപ്പം മയ്യത്ത് ചുമന്നവൻ വുളൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞല്ലോ. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു പക്ഷേ ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അയാൾ മയ്യത്ത് കാണുന്നു, അയാൾക്ക് മനസ്സിലൊരുപാട് ചിലപ്പോൾ അതിൻ്റെ ഷോക്കുകളൊക്കെ ഉണ്ടാകാം, അയാൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിനൊക്കെ അയാൾക്കൊന്ന് ഒരു റിഫ്രഷ്മെൻറ്റ് കൂടിയാണ് ഈ കുളി. അതോടൊപ്പം നബി ഞങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ച ഒരു സുന്നത്ത് കൂടിയാണ്. ആ നിലക്ക് നമ്മളെ കാര്യം പ്രത്യേകമായി ചെയ്യുക. ഇതാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്നത്. പിന്നുള്ളത് കഫൻ ചെയ്യലാണ്. കഫൻ ചെയ്യലും നേരത്തെ പറഞ്ഞ മിനിമം വേണ്ടത് ശരീരം മൊത്തം മൂടുക എന്നതാണ്. ആ മയ്യത്തെ ശരീരം ഒന്നാകെ മൂടുക, അതാണ് മിനിമം ചെയ്യേണ്ടത്. അത് തലയുടെ ഭാഗം മുതൽ തുടങ്ങി കാല് വരെ ഉള്ള ഭാഗം മറക്കുക. വസ്ത്രം കൊണ്ടാവാം, പുല്ല് കൊണ്ടാവാം, പേപ്പർ കൊണ്ടാവാം, ആ സ്ഥാനത്ത് ഉപയോഗിക്കാൻ പറ്റിയ എന്തുകൊണ്ടുമാവാം ആ മയ്യത്തിനെ കഫൻ ചെയ്യുന്നത്. ഒരു നിലക്കും ശരീരം മൊത്തം മൂടാൻ ഒരു സംവിധാനം ഇല്ല എങ്കിൽ തലഭാഗം മുതലാണ് മൂടി തുടങ്ങേണ്ടത്. മൂടാതെ കിടക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവേണ്ടത് കാതിൻ്റെ ഭാഗത്താണ്. ഉഹദിൽ തന്നെ അത് കാണാം. ഒരുപാട് ആൾ ഷഹീദായി, എല്ലാവരെയും കഫൻ ചെയ്യാൻ ഞങ്ങൾക്ക് സൗകര്യമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ എല്ലാവരെയും കഫൻ ചെയ്യാൻ മാത്രം ഞങ്ങൾക്ക് അവിടെ വസ്ത്രമുണ്ടായിരുന്നില്ല. അപ്പം നബി ഞങ്ങളോട് പറഞ്ഞു, ഒരു തുണി കൊണ്ട് 2 3 ആളെ കഫൻ ചെയ്ത് കൊള്ളുക എന്ന് പറഞ്ഞതാണ്. ഒരു തുണി കൊണ്ട് 2 3 ആളെ കഫൻ ചെയ്യുക, എന്നാൽ ഒന്നാകെ പുതിയ എന്നുള്ളതല്ല. ആ തുണി മുറിച്ചിട്ട് ഉള്ള തുണി മുറിക്കുക, എന്നിട്ട് ആ തുണി കൊണ്ട് ഒരാൾക്കുള്ള തുണി 2 ആൾക്കാക്കി മാറ്റുക, അല്ലെങ്കിൽ 3 ആൾക്കാക്കി മാറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ആളെ ഫുള്ള് മറക്കാൻ ആ വസ്ത്രം തികയില്ലല്ലോ. എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്തു കൊള്ളുക എന്ന് നബി ഞങ്ങൾ അവിടെ നിർദ്ദേശം നൽകിയതായി കാണാൻ
സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം ഒരാൾക്ക് അങ്ങനെ വസ്ത്രം തികയുന്നില്ല എങ്കിൽ ഉള്ള വസ്ത്രം കൊണ്ട് അയാളെ കഫൻ ചെയ്യുന്നു. അത് തലയുടെ ഭാഗത്ത് നിന്ന് തുടങ്ങി ശരീരത്തിൻ്റെ ഏത് ഭാഗം വരെ എത്തുമോ അതുവരെ. അതിനപ്പുറത്തേക്ക് ഒരു കഷ്ണം വെച്ചോ അല്ലെങ്കിൽ പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ടോ ഒരു പുല്ല് വെച്ച് കെട്ടിയിട്ടോ ഒക്കെ അങ്ങനെ മറക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. അതിനും കഴിയില്ല എങ്കിൽ നിർവാഹമില്ല. കഴിയുന്ന എത്രയാണോ അത് ചെയ്തുകൊണ്ട് അയാളെ കൊണ്ടുപോയി മറവ് ചെയ്യാം. പരിപൂർണമായ കഫൻ എന്നത് പുരുഷനാണെങ്കിൽ 3 വസ്ത്രത്തിൽ പൊതിയുക എന്നതാണ്. 3 വസ്ത്രത്തിൽ പൊതിയുക, അതാണ് പരിപൂർണമായ കഫൻ. സ്ത്രീകളാണെങ്കിൽ ഒന്നുകിൽ ഈ 3 വസ്ത്രം, അല്ലെങ്കിൽ ഒരു അരവസ്ത്രവും ഒരു കുപ്പായവും ഒരു മക്കലയും പിന്നെ 2 വസ്ത്രം കൊണ്ട് പൊതിയലും. മൊത്തം 5 എണ്ണം. ഒരു അരവസ്ത്രം, ഒരു കുപ്പായം, ഒരു മുഖമക്കല, പിന്നെ 2 വസ്ത്രം കൊണ്ട് പൊതിയുകയും. അപ്പോൾ മൊത്തം 5 വസ്ത്രമായി. അതാവാം. അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ 3 വസ്ത്രത്തിൽ പൊതിയുകയും. അവ 2 ഹദീസിൽ വന്ന അധ്യാപനമാണ്. അപ്പം 3 വസ്ത്രത്തിൽ പൊതിയുക. ഇനി എങ്ങനെയാണ് പൊതിയുക? ആ 3 വസ്ത്രം നിവർത്തി വെക്കുന്നു. ആദ്യൊരു വസ്ത്രം നിവർത്തി, അതിന് മേലെ അടുത്ത് നിവർത്തി, അതിന് മേലെ അടുത്ത് നിവർത്തി. അപ്പം 3 വസ്ത്രമായി. അതിലേക്ക് മയ്യത്തിനെ കിടത്തുന്നു. ഈ കഫൻ തുണിയിൽ സുഗന്ധം ഉപയോഗിക്കുന്ന സുന്നത്താണ്. ഉണ്ടെങ്കിൽ, നിർബന്ധമല്ല, സുന്നത്തേ ഉള്ളൂ. നമുക്ക് സുഗന്ധമുണ്ട് എങ്കിൽ ആ 3 തുണിയിലും സുഗന്ധമാക്കാം. 3 തുണിയിലും സുഗന്ധമാക്കാം. ഒന്നുകിൽ തുണി വിരിച്ചു, അതിൽ സുഗന്ധക്കാക്കി, രണ്ടാമത്തെ തുണി വിരിച്ചു, സുഗന്ധമാക്കി, മൂന്നാമത്തും വിരിച്ചു, സുഗന്ധമാക്കി. നല്ല കാര്യം. ഇനി ഒന്നാകെ 3ഉം വിരിച്ചിട്ട് മൊത്തത്തിൽ ഒരു സ്പ്രേയോ മറ്റോ ഉപയോഗിച്ചു, അത് മതി. അത് സുന്നത്തായ കാര്യമാണ്, നിർബന്ധമായ കാര്യമല്ല. 3 വസ്ത്രം അവിടെ നിവർത്തി വെക്കുന്നു. അതിലേക്ക് മയ്യത്തിനെ കിടത്തുന്നു. സാഹചര്യമുണ്ടെങ്കിൽ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഒരു അരയിൽ ഉടുക്കാവുന്ന ചെറിയ ഒരു വസ്ത്രം, ഒരു ട്രൗസറൊക്കെ പോലെ ആക്കുന്ന ഒരു വസ്ത്രം കൂടി കെട്ടിക്കൊടുക്കുക. എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാലിന്യം വരികയാണെങ്കിൽ കഫൻ തുണി മലിനമാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതൊന്നുമല്ല. കഫൻ തുണി വൃത്തികേടാവാതിരിക്കുക. ഒരു പക്ഷേ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാലിന്യം വന്നാൽ അതുകൊണ്ട് കഫൻ തുണി മലിനമാവേണ്ടതില്ല. അതിനു വേണ്ടി മാത്രം. അപ്പോൾ ചെറിയൊരു തുണി കഷ്ണം എടുത്തിട്ട് അതിങ്ങനെ ഈ 4ാമതായി വെക്കുക. 3 വസ്ത്രം ഒന്നിങ്ങനെ വെച്ചു, 2ാമത് വെച്ചു, 3ാമതും വെച്ചു. ആ 3ാമത്തിന് മേലെ ഒരു അരവസ്ത്രം പോലെ എടുക്കാവുന്ന ചെറിയ ഒരു പീസ് എടുക്കുന്നു. അതിങ്ങനെ ഈ 2 കാലിൻ്റെ ഇടയിൽ കൊടുത്തിട്ട് ഇങ്ങനെ കെട്ടാവുന്ന രൂപത്തിലാക്കി കഴിഞ്ഞാൽ സൗകര്യമാണ്. ഒരു ലങ്കോട്ടി പോലെ ഒക്കെ ആക്കി മാറ്റുക. അപ്പോൾ 2 തല ഇങ്ങനെ കീറി ഒരു കയറ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ അതിൽ കെടുത്തി കഴിഞ്ഞാൽ അത് കാലിൻ്റെ അടി കൂടി ഇങ്ങോട്ട് ആ വസ്ത്രങ്ങൾ ഉള്ളിക്കിടാം, എന്നിട്ട് കെട്ടാം. അപ്പം ഇങ്ങനെ കെടുത്തി എന്നിട്ട് മയ്യത്തെ ഇങ്ങനെ മടക്കി 2 കാലിൻ്റെ അടി കൂടി മടക്കി ഈ 2 കയറോട് കെട്ടും ചെയ്താൽ പിന്നെ അത് ഭദ്രമായിട്ട് അവിടെ നിന്നു. അതൊന്നും നിർബന്ധമായ കാര്യമില്ല. അതൊന്നും ചെയ്തില്ല എന്ന് കരുതിയിട്ട് കഫനിൽ ഒരു കുറവും വരികയില്ല. അതില്ലാത്തൊരു കഫൻ പൂർത്തിയാവില്ല എന്നൊന്നുമില്ല. ഇതിലൊക്കെയാണ് ആളുകളാകെ വസ്വാസായാൽ അത് നമുക്ക് അറിഞ്ഞപ്പോൾ എന്താ കാട്ടുക, നഞ്ഞ് മറ്റാളായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആളുകളെ ഏൽപ്പിച്ചു വിടുക. അപ്പം ഇതിനൊന്നും ആവശ്യമില്ല. ഇതൊന്നും നിർബന്ധമായ കാര്യമേ അല്ല. അപ്പോൾ അതുണ്ടെങ്കിൽ 4ാമത് അതും വെക്കുന്നു. 1ാമത്തെ തുണി, 2ാമത്തെ തുണി, 3ാമത്തെ തുണി, 4ാമത് മധ്യഭാഗത്തായി ഈ ഒരു കഷ്ണവും വെക്കുന്നു. അതിന് മുകളിലേക്ക് മയ്യത്തിനെ കിടത്തുന്നു. എന്നിട്ട് ഈ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ അതാദ്യം മടക്കി അവൻ്റെ വയറ്റിൽ അത് കെട്ടുന്നു. എന്നിട്ട് പിന്നെ 1ാമത്തെ വസ്ത്രം ഇടതുഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മടക്കുന്നു. ഇടതുഭാഗത്തുനിന്ന് വലതുഭാഗത്തേക്ക് 1ാമത്തെ വസ്ത്രം ഇടതുഭാഗത്തുനിന്ന് ഇങ്ങനെ കണ്ട് മയ്യത്തിന് മേലേക്ക് പൊതിയുന്നു. എന്നിട്ട് വലതുഭാഗത്ത് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ പൊതിയുന്നു. അപ്പം ഇങ്ങനെ വരും. ഇടതുഭാഗത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ മടക്കുക, വലതുഭാഗത്തുനിന്ന് ഇടത്തോട്ട് ഇങ്ങോട്ട് മടക്കുക. അപ്പോൾ ഒരു തുണി നമ്മൾ പൊതിഞ്ഞു. ഇനി 2ാമത്തെ തുണി അതേപോലെ ഇടതുഭാഗത്തുനിന്ന് ഇതിനെ മേലേക്ക് ഇങ്ങോട്ട് മടക്കി വെക്കുന്നു. അതിന് വലതുഭാഗം ഇങ്ങോട്ടും മടക്കുന്നു. പിന്നെ 3ാമത്തെ തുണി ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കുന്നു. അതേപോലെ അതിൽ ഈ ഭാഗം ഇങ്ങോട്ടും മടക്കുന്നു. ഇത് ഒന്നും നിർബന്ധമായ കാര്യമല്ല. ഇത് ഇങ്ങനെ ആക്കണം എന്തെന്ന് വെച്ചാൽ വല്ല കാരണവശാലും ഒരു കഫൻ തുണി നീങ്ങിയാൽ പോലും ആ മയ്യത്തെ ശരീരം കാണാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിത് 3 ഇങ്ങനെ വെച്ച് വിചാരിക്കാം. ഇങ്ങനെയാണ് വെച്ചതും വെച്ചു. ഇത് നീങ്ങിയാൽ ശരീരഭാഗം കാണും. 3 വസ്ത്രം ഒന്നിച്ച് മടക്കുകയും ഇതിങ്ങനെ മടക്കുമ്പോൾ നല്ല തടിയുള്ള ആളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വസ്ത്രം അത്ര കൃത്യമായാണ്ട് കറക്റ്റേ ഉള്ളൂ. ഒരു പക്ഷേ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഖബറിലേക്ക് ഇറക്കുമ്പോൾ ഒക്കെ ഒരു പക്ഷേ ഈ തുണിയൊക്കെ ഒന്ന് നീങ്ങാനൊക്കെ സാധ്യത, പ്രത്യേകിച്ച് സ്ത്രീകളെ മയ്യത്തൊക്കെ ആണെങ്കിൽ. അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് പണ്ഡിതന്മാർ ഈ രീതി പറഞ്ഞത്. അത് ഹദീസിൽ വന്ന രീതിയൊന്നുമല്ല. മൊത്തത്തിൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞ രീതിയാണ് ഈ സൂക്ഷ്മതയ്ക്ക് വേണ്ടി മാത്രം. ആ ശരീരം കാണാതിരിക്കാൻ, പ്രത്യേകിച്ച് സ്ത്രീയുടെ മയ്യത്തൊക്കെ ആണെങ്കിൽ അത് ഖബറിലേക്ക് ഇറക്കിയത് പുരുഷന്മാരാണല്ലോ. അപ്പോൾ ഖബറിലേക്ക് ഇറക്കുമ്പോഴൊക്കെ കഫൻ തുണി നീങ്ങി അങ്ങനെയൊക്കെ നീങ്ങുകയാണെങ്കിൽ മയ്യത്തെ ശരീരം കാണാതിരിക്കാനുള്ള സൂക്ഷ്മത നിലയ്ക്കാൻ ഇങ്ങനെ മേൽക്കുമേലെ വരുമ്പോൾ 1, 2, 3 തുണിക്ക് നീങ്ങിയാലും ശരീരം കാണുകയില്ല. ചിലപ്പോൾ ഒറ്റ തുണി ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും 3 തുണി ഉണ്ടാവില്ലല്ലോ. ഒറ്റ തുണിയാണെങ്കിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ
ശരീരം കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്നുങ്ങ് ഉള്ളിലേക്കും മറ്റു പുറത്തേക്കും ആയിക്കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ പിന്നെ ആ ശരീരം കാണാൻ സാധ്യതയില്ല. ഇതാണ് കഫൻ ചെയ്യേണ്ടുന്ന രീതി. ഇനി കഫൻ ചെയ്ത് രണ്ട് ഭാഗത്തേക്കും കുറച്ചധികം ആ വസ്ത്രമുണ്ടെങ്കിൽ തലയുടെ ഭാഗത്താണ് അധികമായി ഉണ്ടാവാൻ നല്ലത് എന്നെല്ലാവരും പറയുന്നു. കാലിൻ്റെ ഭാഗത്തേക്കാളേറെ അധികമായി നിൽക്കുന്നത് തലയുടെ ഭാഗത്തേക്ക് ആക്കുക. കാരണം തലയ്ക്ക് കുറച്ചുകൂടെ സ്ഥാനം കൂടുതലാണ് എന്ന തത്വമാണ് അതിലൊക്കെ പറഞ്ഞ് കാണുന്നത്. ഇതാണ് കഫൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ കഫൻ ചെയ്തു കൊണ്ടുപോയി നിസ്കരിച്ച് മറമാടുകയും ചെയ്യുന്നു. ഇതാണ് ഏറ്റവും മിനിമത്തിൽ ഒരു മയ്യത്ത് പരിപാലനം എന്നുള്ളത്. കുറേ ഒരു വസ്വാസം ഉണ്ടാക്കി എല്ലാം കൂടി ആകെ പ്രയാസമായി നമുക്കാർക്കും പറ്റാത്തൊരു പണിയായി നമ്മളതിനെ വിചാരിക്കേണ്ടതില്ല. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളെ കൂട്ടത്തിൽ ആര് മരിച്ചാലും അവിടെ നമുക്കത് ധൈര്യമായി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അത് ഈ മിനിമം കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അത് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി മറവ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. ആളുകൾ ചിലപ്പോൾ പലതും പറയും, എന്താ ചുടുള്ള ഉപയോഗിച്ചിട്ടില്ല, മറ്റും ഉപയോഗിച്ചിട്ടില്ല, ആയിക്കോളൊന്നും കുഴപ്പമില്ല, ആൾക്കാർ വല്ലതും പറഞ്ഞോട്ടെ. ദീനിയായ നിയമപ്രകാരം നമുക്കിവിടെ ഒരു പ്രശ്നവും വരാനില്ല. ഇനി കഫൻ തുണി വെള്ളയാവൽ സുന്നത്താണ്, നിർബന്ധമില്ല. വെള്ളയാവൽ സുന്നത്താണ്, നിർബന്ധമില്ല. വെള്ളവസ്ത്രമാകണം എന്ന് പറഞ്ഞ ഹദീസ് മയ്യത്തിന് മാത്രമല്ല അല്ലാത്തവർക്ക് ഒന്നിച്ചാണ് പറഞ്ഞത്. പിന്നെ നമ്മളൊക്കെ വെള്ള അത് ഉടുക്കണില്ലേ? അതന്നെയുള്ളൂ ഹദീസ്. മറ്റതും ഒറ്റ ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇൽബിസു മിൻ സിയാബിക്കുമുൽ ബയാൽ, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുവീൻ, ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും, അത് നിങ്ങളെ ഖൈറായ വസ്ത്രമാകുന്നു. വകഫിനു ഫിഹാ മൗതാക്കും, മരിച്ചവരെ നിങ്ങൾ വെള്ളയിൽ കഫൻ ചെയ്യുകയും ചെയ്യുക. ഒറ്റ ഹദീസാണ്. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, അത് ഖൈറായ വസ്ത്രമാണ്. വെള്ളയിൽ നിങ്ങൾ മരിച്ചവരെ കഫൻ ചെയ്യുകയും ചെയ്യുക. അപ്പം അതിൽ രണ്ടാമത്തെ പാർട്ട് ഭയങ്കര നിർബന്ധമായി നമ്മൾ പാലിക്കുന്നു. ഒരു മയ്യത്തിനെ ചുവപ്പ് തുണിയിൽ കഫൻ ചെയ്താൽ ഭയങ്കര വിവാദമാകുമ്പോൾ, എന്നാൽ ഒരു ജീവിച്ച ആൾ ചുവപ്പിട്ടാലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഏത് തുണിയും ഉപയോഗിക്കാം. സുന്നത്ത് വെള്ളയാണ്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും സുന്നത്ത് വെള്ളയാണ് എന്ന് മാത്രം. ഇനി കഫൻ തുണയിൽ ഓവറാകാതിരിക്കുക, അതും പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അധികമായി ഭയങ്കരമായ ഒരു ലക്ഷറി കഫൻ, അതേപോലെ ആവശ്യമില്ലാത്ത കുറേ സംഗതി കൊണ്ട് നോക്കുക, അതൊന്നും ഇല്ല. നേരത്തെ പറഞ്ഞ അബൂ സിദ്ദീഖിൻ്റെ ആ സംഭവം അത് തെളിവാണ്. ഈ പഴയത് മതി എന്ന് അദ്ദേഹം പറയുകയും, അപ്പോൾ അത് പഴയതാണല്ലോ, നുരുമ്പിയതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് മതി, മരിച്ചവർക്ക് അത് മതി, ജീവിച്ചിരിക്കുന്നവർക്കല്ലേ നല്ലത് വേണ്ടത് എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടി. അപ്പോൾ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഏതാണെങ്കിലും ചുരുക്കി ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇതാണ്. കഫൻ ചെയ്യുമ്പോൾ മയ്യത്തിൻ്റെ കൈകൾ രണ്ടും നേരെ വെക്കുക, നേരെ വെച്ച് എന്നിട്ടാണ് കഫൻ ചെയ്യേണ്ടത് എന്ന് ശ്രദ്ധിക്കുക. പിന്നെ പഞ്ഞി വെക്കലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാനേ ഉള്ളൂ. അന്നിപ്പോൾ ഒരു നിർബന്ധമായ ഒരു കഫൻ്റെ ഭാഗമായി പഠിപ്പിച്ചൊന്നുമല്ല. ചിലപ്പോൾ രക്തം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വല്ലതൊക്കെ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ വേണമെങ്കിൽ ഒരു പഞ്ഞി വെക്കാം എന്നല്ലാതെ ഒന്നാകെ പഞ്ഞി വെച്ച് എല്ലാം കൂടി അങ്ങനത്തെ ഒരു വികൃതമായ രൂപത്തിലേക്ക് മാറ്റേണ്ട കാര്യമൊന്നും ഇല്ല എന്ന കാര്യം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ മയ്യത്ത് നിസ്കാരമാണ്. നിസ്കാരത്തിൽ നമുക്കറിയാം 4 തക്ബീറാണ് നബിയിന് സ്ഥിരപ്പെട്ട് വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുന്നു, രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലുന്നു, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാലാമത്തെ തക്ബീറിന് ശേഷം ഒരു ചെറിയ പ്രാർത്ഥന തഹരീം നാജറഹു ബൈദഹു വലഹു എന്ന പ്രാർത്ഥന നിർവഹിക്കാതെ സലാം വീട്ടിലായും സ്വഹാബത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു സലാം വീട്ടിലും 2 സലാം വീട്ടിലും സ്വഹാബത്തിൽ നിന്ന് മാതൃകയുണ്ട്. ഏറ്റവും അധികം വന്നത് ഒറ്റ സലാം വീട്ടുക എന്നുള്ളതാണ്. 2 സലാം വീട്ടിലും സഹാബിമാർ ചെയ്തിട്ടുണ്ട്. 5 തക്ബീർ ചൊല്ലിയിലും സഹാബിമാർ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. 4 തക്ബീർ കഴിഞ്ഞ് 5ാമത്തെ തക്ബീർ ചൊല്ലിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സലാം വീട്ടി അത് മാത്രമേ പാടുള്ളൂ എന്നില്ല, 2 സലാം വീട്ടുന്നത് ബിദഅത്താണ് എന്നില്ല. അതിലൊക്കെ സ്വഹാബത്തിൻ്റെ മാതൃക. അപ്പോൾ ഇമാമ് 2 വീട്ടാണെങ്കിൽ നമ്മൾ 2 വീട്ടാം, ഇമാമ് 1 ആണെങ്കിലോ നമുക്ക് 1 മതി. ഇമാമ് 2 വീട്ടായ ഒന്നേ ആവശ്യമുള്ളൂ, മക്കത്തൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ എടുക്കാക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ബിദഅത്തല്ല. സ്വഹാബിമാർ 2 സലാം വീട്ടിയതായിട്ട് ധാരാളം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. എന്നാൽ കൂടുതൽ റിപ്പോർട്ടിൽ വന്നത് 1 സലാം വീട്ടി എന്നതാണ്. അപ്പോൾ 1ഉം 2ഉം ഹദീസ് കൊണ്ട് സ്വഹാബത്തിൻ്റെ ചെയ്തി കൊണ്ട് ഒക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇനി ഈ കാര്യങ്ങൾ വബറക്കാത്തു ഇല്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നേ അതിലുള്ളൂ. വബറക്കാത്തു എന്നത് നബിയുടെ സ്വഹാബത്തിനെയോ ചെയ്തിന് എവിടെയും വന്നിട്ടില്ല. നബി ഇമാം റഹിമഹുല്ലാഹ് എടുത്തു പറഞ്ഞു അത് ബിദ്അത്താണ് എന്ന് തന്നെ പ്രത്യേകമായി സൂചിപ്പിച്ചതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, നിസ്കരിക്കൽ, ഇതൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ അയാൾ വസിയത്ത് ചെയ്ത ആളുണ്ടെങ്കിൽ അയാളാണ്. ഇന്നാൾ കുളിപ്പിക്കണം, ഇന്നാൾ നിസ്കരിക്കണം എന്നൊക്കെ വസിയത്തുണ്ടെങ്കിൽ ആ വസിയത്ത് ചെയ്ത ആളാണ് അവിടെ അതിന് മുമ്പിലേക്ക്
നിൽക്കേണ്ടത്. വസീയത്ത് ചെയ്ത ആളില്ല എങ്കിൽ ആ നാട്ടിലെ ഏറ്റവും ഒരു വലിയ പണ്ഡിതൻ അല്ലെങ്കിൽ അവിടുത്തെ ഔദ്യോഗിക ഇമാമ്, ഔദ്യോഗിക ഭരണാധികാരി ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കാണ് അതിൻ്റെ അവകാശം ഉള്ളത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഔദ്യോഗികമായ അവിടുത്തെ ഒരു ഖത്തീബ്, അവിടുത്തെ ഉസ്താദ്, അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. മക്കൾ നിൽക്കുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ട നിൽക്കുക എന്നുള്ളത് പ്രത്യേകമായ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയില്ല. അത് നമ്മുടെ നാട്ടിൽ വെച്ചാൽ മറ്റൊരു കച്ചവടമായി മാറിയപ്പോഴാണ് അത്. ഉസ്താദന്മാർക്ക് ഇമാമത്തൊക്കെ കൂലിപ്പണിയായി മാറിയപ്പോഴാണ് പിന്നെ ഒരിക്കലും ഇഖ്ലാസ് ഇല്ലാന്ന് മനസ്സിലായപ്പോൾ അല്ലാത്ത നോട്ടെ എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ വന്നത്. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല സ്വഹാബിമാർ പലരും മരിക്കുമ്പോൾ പോലെ മക്കളല്ല അവിടെ ഇമാമ് നിന്നത് എന്നുകൂടി പ്രത്യേകമായി പല സ്ഥലത്തും പലരെയും കുറിച്ച് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. പലരും അവിടെ വസിയത്ത് ചെയ്തു, ചിലർ വസിയത്ത് ചെയ്യാതെ തന്നെ അല്ലാത്ത ആളുകൾ ഇമാമ് നോക്കി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 40 ആൾ മിനിമം ഉണ്ടാവുക, 3 സ്വഫ് നിസ്കരിക്കുക എന്നതൊക്കെ പ്രത്യേകമായ ഹദീസിൽ വന്ന കാര്യമാണ്. 100 ആൾ നിസ്കരിച്ചാൽ എന്ന ഹദീസിലുണ്ട്, 40 ആൾ നിസ്കരിച്ചാൽ എന്ന ഹദീസിലുണ്ട്, 3 സ്വഫ് നിസ്കരിച്ചാൽ എന്ന ഹദീസിലുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതുപ്രകാരം കുറച്ചാളാണെങ്കിലും ഉള്ളവർ 3 സ്വഫായി നിൽക്കുക. സ്വഹാബിമാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു മയ്യത്തിന് 7 ആൾ നിസ്കരിക്കാൻ വന്നപ്പോൾ 3 ആളൊരു സ്വഫാക്കി, 2 ആൾ രണ്ടാമത്തെ സ്വഫ് എത്തി, 2 ആൾ മൂന്നാമത്തെ സ്വഫ് എത്തി, അങ്ങനെ 3 സ്വഫ് നിസ്കരിച്ചത് വരെ സ്വഹാബത്തിൻ്റെ ചെയ്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളവർ 3 സ്വഫായി നിൽക്കലാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ വസിയത്തുള്ളവരുണ്ടെങ്കിൽ അവർ നേതൃത്വം നൽകുക. വസിയത്ത് ഉള്ളവർ ഇല്ലെങ്കിൽ ആരാണോ അവിടെ ഉള്ളത് അതിൽ ഒന്നുകിൽ കൂടുതൽ ഇൽമുള്ള അല്ലെങ്കിൽ അവിടെ മൊത്തത്തിൽ ഒരു ഇമാമത്ത് നേതൃത്വമുള്ള ആളുകൾ ആരാണോ അവരൊക്കെ ആണ് അവിടെ നിൽക്കേണ്ടത്. ഇനി ഒന്നിലേറെ മയ്യത്തുണ്ടെങ്കിൽ 2, 3, 4 മയ്യത്ത് ഒന്നിച്ച് വരികയാണെങ്കിൽ ഒന്നിച്ച് നിസ്കരിക്കാം, വിരോധമൊന്നുമില്ല. പുരുഷൻ്റെ മയ്യത്തിന് ഇമാമ് നിൽക്കുമ്പോൾ ഇമാമ് നിൽക്കേണ്ടത് തലയുടെ ഭാഗത്താണ്. സ്ത്രീയുടെ മയ്യത്താണെങ്കിൽ മധ്യഭാഗത്താണ് ഇമാമ് നിൽക്കേണ്ടത്. ഇനി ഒരേ സമയം പുരുഷൻ്റെയും സ്ത്രീയുടെയും മയ്യത്തുണ്ട് എങ്കിൽ ഇമാമിനോട് അടുത്ത് വെക്കേണ്ടത് പുരുഷൻ്റെ മയ്യത്താണ്. അതിന് പിറകിൽ കിബിലടുത്തിട്ട് പെണ്ണിൻ്റെ മയ്യത്ത്. അപ്പം ഇമാമിന് നേരെ മുമ്പിൽ പുരുഷൻ്റെ മയ്യത്ത്, അതിന് പിറകിൽ സ്ത്രീയുടെ മയ്യത്ത്. അങ്ങനെ വെക്കുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞൊരു രീതി, പുരുഷൻ്റെ മയ്യത്ത് കുറച്ച് ഇറക്കി കെടുത്തുക. ഇപ്പോൾ 2 മയ്യത്തുണ്ടെങ്കിൽ ഇങ്ങനെ കെടുത്തുക. ഇങ്ങനെ കെടുത്തിയാൽ ഇമാം ഇവിടെ നിന്നാൽ പുരുഷൻ്റെ തലയുടെ ഭാഗത്തുമായി സ്ത്രീയുടെ മധ്യഭാഗത്തുമായി ആ നിലക്ക് നിൽക്കുക. ഇനി കുട്ടികളുമുണ്ട്, ഒന്നാകെ ഒരു ആക്സിഡൻറ്റ് പറ്റി കുറേ ആൾ ഒന്നിച്ച് മരിച്ചു, അങ്ങനെയൊക്കെ ആണെങ്കിൽ പുരുഷൻ്റെ മയ്യത്ത്, കുട്ടികളെ മയ്യത്ത്, പിന്നെ സ്ത്രീയുടെ മയ്യത്ത്, അതാണ് വെക്കേണ്ടത്. സ്വഹാബിമാർ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. 9 മയ്യത്ത് ഒന്നിച്ച് നിസ്കരിച്ച സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്വഹാബിമാരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഒരുപാട് മയ്യത്തുകളെ ഒന്നിച്ച് വന്നപ്പോൾ അവരങ്ങനെ നിസ്കരിച്ചു എന്ന് പ്രത്യേകമായി സ്വഹാബത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ, അബൂ ഹുറൈറ, ഇബ്നു ഉമർ തുടങ്ങിയവരൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കുറേ മയ്യത്തുകൾ ഒന്നിച്ച് വെച്ചുകൊണ്ട് നിസ്കരിച്ചതായി പ്രത്യേകം അവിടെ രീതി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഖബറിങ്ങിൽ വെച്ച് നിസ്കരിക്കാം. മയ്യത്ത് മറമാടപ്പെട്ടതിന് ശേഷമാണ് ഒരു വാപ്പ മരിച്ചു, നമ്മൾ നാട്ടിലുണ്ടായിരുന്നില്ല, പിന്നെ വന്നപ്പോഴാണ് നമുക്ക് സാഹചര്യമുണ്ട് എങ്കിൽ ഖബറിങ്ങിൽ വെച്ച് നിസ്കരിക്കാം. അത് ഇത്ര കാലം എന്ന് പ്രത്യേകമായ ഹദീസിൽ എവിടെയും പറഞ്ഞിട്ടില്ല. 1 മാസം വരെ പഴക്കമുള്ള മയ്യത്തിന് വേണ്ടി ഖബറിങ്ങിൽ നബി തങ്ങൾ നിസ്കരിച്ചതായി വന്നിട്ടുണ്ട്. 1 മാസമേ പറ്റുള്ളൂ എന്നല്ല, 1 മാസം വരെ പഴക്കമുള്ള ഖബറിങ്ങിൽ നബി നിസ്കരിച്ചുവെന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഉമർ ഖത്താബ് 6 മാസം വരെ പഴക്കമുള്ള ഖബറിങ്ങിൽ പോയി നിസ്കരിച്ചതും വന്നിട്ടുണ്ട്. 6 മാസം മുമ്പ് മറമാടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഉമർ ഖത്താബ് ഖബറിങ്ങിൽ ചെന്ന് നിസ്കരിച്ചു എന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉണ്ടാകാവൂ എന്ന് പറയാൻ നമുക്ക് തെളിവൊന്നുമില്ല. എന്നാൽ നബിയുടെ സാധാരണ ചെയ്തി പ്രകാരം 1 മാസം വരെ നബി ചെയ്തു. ഉമർ ഖത്താബ് 6 മാസം വരെ ചെയ്ത് ഇമാം ഇബ്നു ഹജർ ഫത്തുൽ ബാരിയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ഖബറിങ്ങിൽ പോയി നിസ്കരിക്കാം. മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാതെ നബിയുടെ സാധാരണ രീതിയല്ല. എവിടെയെങ്കിലും മരിച്ചൊരാൾക്ക് വേണ്ടി മയ്യത്തൊന്നും മുമ്പിലില്ലാതെ നമ്മളിവിടെ നിസ്കരിക്കാതെ സാധാരണ രീതിയല്ല. എന്നാൽ ഒരിക്കൽ നബി ചെയ്തിട്ടുണ്ട്. നജ്ജാശി രാജാവ് മരിച്ചപ്പോൾ നബി തങ്ങൾ നിസ്കരിച്ചു. അതിന് കാരണം പറഞ്ഞത്, ഒന്ന്, ആ നാട്ടിൽ അങ്ങനെ നിസ്കരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. മുസ്ലിമീങ്ങൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, അവിടെ മറ്റാരും ഇസ്ലാമിലേക്ക് വന്നിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം നബി അങ്ങനെ ചെയ്തത് എന്നാണ് പൊതുവേ അതിൻ്റെ വ്യാഖ്യാതാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഇനി അതല്ല, അത്തരം വലിയ നേതാക്കന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ അങ്ങനത്തെയൊക്കെ മരിക്കുകയാണെങ്കിൽ ആ ഒരു മാതൃക വേണമെങ്കിൽ സ്വീകരിക്കുകയുമാവാം. സാധാരണ നബിയുടെ പതിവല്ല. നബി മക്കത്തുണ്ടാകുമ്പോൾ മറ്റു പലർത്തും സ്വഹാബികൾ മരിച്ചിട്ടുണ്ട്, നബി മദീനത്ത് നിൽക്കുമ്പോൾ മറ്റു പല സ്ഥലത്തും സ്വഹാബികൾ മരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന നബി തങ്ങൾ മദീനയിൽ അങ്ങനെ പ്രത്യേകമായി നിസ്കരിച്ചതായി വന്നിട്ടില്ല.
എന്നാൽ നജാഷിക്ക് വേണ്ടി നബി നബി മാത്രമല്ല സ്വഹാബികളെ നബി വിളിച്ചു കൂട്ടി സ്വഫായി നിന്നു. അങ്ങനെ സാധാരണ മയ്യിത്ത് നിസ്കരിക്കുന്നപ്പോൾ ഞങ്ങൾ നബിയുടെ പിറകെ സ്വഫ് നിന്നുകൊണ്ട് ഞങ്ങൾ നിസ്കരിച്ചു എന്ന് തന്നെ സ്വഹാബിമാർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ ഒരു മയ്യിത്ത് കിട്ടിയില്ല, കടലിൽ പോയി അല്ലെങ്കിൽ തീ പിടിച്ച് കണ്ട് മയ്യിത്ത് പൂർണ്ണമായും ഇല്ലാതായിപ്പോയി, വിമാനം കത്തിക്കഴിഞ്ഞ് മയ്യിത്ത് പോലും കിട്ടാതെ നഷ്ടപ്പെട്ടു പോയി, അവിടെയൊക്കെ മയ്യിത്ത് മുമ്പിൽ ഇല്ലാതെ നിസ്കരിക്കാം. ഇനി അങ്ങനത്തെ ഒരു വലിയ പണ്ഡിതന്മാർ അല്ലെങ്കിൽ വലിയ രാജാക്കന്മാർ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അതിൽ ഹൈറ് തോന്നുന്നുവെങ്കിൽ നജാഷിയുടെ സംഭവത്തെ തെളിവാക്കിക്കൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ അവർക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കാണുന്നത്. ഏതായാലും സാധാരണ നബിയുടെ പതിവായിരുന്നില്ല, ആരെവിടെ മരിച്ചാലും അതിനൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നിസ്കരിക്കാത്ത നബിയുടെ പതിവ് ആയിരുന്നില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് നമുക്ക് വഴിയെ വരും. അടുത്ത സ്റ്റെപ്പ് പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. അത് കൃത്യമായി ഓരോന്നും ചെയ്ത് കാണിച്ചുകൊണ്ട് തന്നെയുള്ള ക്ലാസ് നമുക്ക് ഇൻഷാ അല്ലാഹ് എടുക്കാം. ഇതിൽ ഹദീസും കാര്യം വെച്ചുകൊണ്ട് ഒരു പ്രമാണബദ്ധമായുള്ള ഒരു ക്ലാസ് എന്ന രൂപത്തിലാണ് നാം ഇതിനെ കണ്ടത്. ഞാൻ അവലംബിച്ചത് ഷെയ്ഖ് സഈദ് ഖഹ്താനി റഹിമഹുല്ലാ രചിച്ച സ്വലാത്തുൽ മുഅ്മിൻ എന്ന കിതാബുണ്ട്. നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന 3 വാള്യമുള്ള ഗ്രന്ഥമാണ് സ്വലാത്തുൽ മുഅ്മിൻ. അതിൻ്റെ 3ാമത്തെ വാള്യമാണിത്. അതിലാണ് സ്വലാത്തുൽ ജനായിസ്, രോഗം മുതൽ മരണം മുതൽ മയ്യിത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഹദീസ് പ്രകാരം ഓരോന്നും പറയുമ്പോൾ അത് ഹദീസ് കൊടുത്ത് തെളിവ് കൊടുത്ത് അതിൽ വ്യത്യസ്ത പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നൽകിക്കൊണ്ട് ഒരു നല്ല ഒരു അവലംബമാക്കാവുന്ന ഗ്രന്ഥമാണ് സ്വലാത്തുൽ മുഅ്മിൻ. ഇതാണ് പ്രധാനമായും ഞാൻ ഈ ക്ലാസ്സിന് അവലംബിച്ചിരിക്കുന്നത്. ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് എഴുതിയ അഹ്കാമുൽ ജനായിസ് വ ബിദ്അഉഹ എന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട്. ജനായിസുമായി ബന്ധപ്പെട്ട എല്ലാ ഹുക്മുകളും അതുമായി ബന്ധപ്പെട്ട ലോകത്തുള്ള ബിദ്അത്തുകളും എന്നാണ് ആ കിതാബിൻ്റെ പേര് തന്നെ. ജനാസയുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകൾ 253 ബിദ്അത്ത് അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. ജനാസയുമായി ബന്ധപ്പെട്ട് ലോകാടിസ്ഥാനത്തിലുള്ള അദ്ദേഹം അറിഞ്ഞ ബിദ്അത്തുകൾ അദ്ദേഹം അതിൽ അവസാനം എണ്ണി പറയുന്നുണ്ട്. അതും ഈ വിഷയത്തിൽ നല്ലൊരു അവലംബമാണ്. ഇത് രണ്ടുമാണ് നമ്മൾ സന്ദർഭപ്പെട്ടിടത്തോളം ഈ വിഷയമായി അവലംബിക്കാൻ പറ്റാവുന്ന നല്ല 2 ഗ്രന്ഥങ്ങൾ. അങ്ങനെ ആരെങ്കിലും വായിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെട്ടതിലേക്കാണ് ഈ അവലംബം സൂചിപ്പിച്ചത്. ഏതായാലും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പരമാവധി ഇത്തരം രംഗത്ത് നമ്മൾ തന്നെ മുന്നോട്ട് വന്ന് അത് ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സായി നടത്താം. അതും കഴിഞ്ഞിട്ടാകാം സംശയങ്ങൾ ചോദിക്കരുത്. അതും കൂടി ആകുമ്പോൾ ബാക്കി സംശയം തീരും. ഇപ്പോൾ സംശയം കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാതൊന്നുമില്ല, പിന്നെ ഉണ്ടാക്കി ചോദിക്കാതിൻ്റെ ആവശ്യമില്ല. അത് പ്രാക്ടിക്കൽ ക്ലാസ്സും കൂടി കഴിയുമ്പോൾ ആ സംശയം തീരും. അതിനും തീരാത്തുണ്ടെങ്കിൽ അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദിക്കാം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.